ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങുകയാണ്. സമരം ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നു. ഒപ്പം ശക്തിവേൽ അറസ്റ്റിലാകുന്നു. പഴുതടച്ച നീക്കങ്ങളാണ് പോലീസ് നടത്തിയത്. ഇന്നോ ഇന്നലെയോ അല്ല, മാസങ്ങളായി നടത്തിയ നീക്കത്തിന്റെ അനന്തരഫലമാണ് ശക്തിവേൽ പിടിയിലായതെന്ന് IG തന്നെ നേരിട്ടും പറയുകയുണ്ടായി. തീർച്ചയായും ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങുന്നതിന് മുമ്പ് വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. റേഞ്ച് IG അജിത് കുമാർ അല്പം മുമ്പ് ശക്തിവേലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. അതിലേക്ക് പോയതിനു ശേഷം ന്യൂസ് ആൻഡ് വ്യൂസ് വിശദമായ ചർച്ചയിലേക്ക് പോകാം. ഞങ്ങളുടെ പ്രതിനിധി ദിൽജിത്ത് ഉണ്ട്. ദിൽജിത്ത്, IG എന്തൊക്കെയാണ് ശക്തിവേലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? അജിംഷാദ്, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പോലീസും ക്രൈംബ്രാഞ്ചും സംയുക്തമായി നടത്തിയ തിരച്ചിലിന് ഒടുവിലാണ് മൊബൈൽ ഫോൺ ലൊക്കേഷൻ അടക്കം ട്രേസ് ചെയ്ത ശേഷം ഇന്ന് ഉച്ചയോടുകൂടി ശക്തിവേലിനെ കണ്ടെത്തിയത്. അന്നൂർ എന്ന കോയമ്പത്തൂർ സമീപത്തെ അന്നൂരിന് സമീപത്തെ കിനാലൂരിൽ നിന്നാണ് ഉച്ചയ്ക്ക് 2:50 ശക്തിവേലിന്റെ കസ്റ്റഡിയിൽ എടുത്തത്. വലപ്പാട് CI സന്തോഷിന്റെയും കൊല്ലങ്കോട് CI സനീഷിന്റെയും നേതൃത്വത്തിലുള്ള റൂറൽ സംഘവും ക്രൈംബ്രാഞ്ചിന്റെ സംഘവും ഇപ്പോൾ മുൻപ് കേസ് കൈകാര്യം ചെയ്തിരുന്ന ജിഷ്ണു പ്രണയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ചിരുന്ന ഇരിങ്ങാലക്കുട ASP കിരൺ നാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്നുള്ള സംയുക്ത അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം മാർച്ച് അവസാന വാരം ശക്തിവേൽ ഉണ്ടായിരുന്ന സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ശേഖരിക്കുകയും ഈ സ്ഥലത്തിന് അടുത്ത് എത്തിപ്പിടിക്കുകയും ചെയ്തിരുന്നെങ്കിൽ തലനാരിഴയ്ക്ക് ശക്തിവേൽ നഷ്ടപ്പെടുന്ന പിടികൂടാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഈ ദിവസം ഇത്തവണ അത്തരത്തിലുള്ള ഒരു വഴുതിപ്പോകൽ ഒഴിവാക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ച ശേഷമാണ് ഇന്ന് തിരച്ചിൽ നടത്തുകയും അവിടെ എത്തിപ്പെടുകയും ചെയ്തത്. അന്നൂർ എന്ന സ്ഥലത്ത് നിന്ന് ഇയാളുണ്ട് എന്ന 2 ദിവസമായി ഇവിടെ ഉണ്ട് എന്നുള്ള വ്യക്തമായ വിവരം പോലീസ് ശേഖരിച്ചിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ സംയുക്തമായി നടത്തിയ ഒരു തിരച്ചിലിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ശക്തിവേലിനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു നീക്കം നടന്നത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇവിടെ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാകും. ഇപ്പോൾ ഈ കേസ് കൈകാര്യം ചെയ്യുന്ന പഴയന്നൂർ സ്റ്റേഷൻ ഉൾപ്പെട്ട വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിലെ മജിസ്ട്രേറ്റ്. തീർച്ചയായും ദിൽജിത്ത്, വ്യക്തമാണ്. ഇനി വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശം, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ KP ഉദയഭാനുവിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ച ഏതാണ്ട് ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുന്നു. സമരം പിൻവലിക്കാൻ ഇതാ ജിഷ്ണുവിന്റെ കുടുംബം തയ്യാറായിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്ത. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജിതിൻ ചന്ദ്രൻ ചേരുകയാണ്. ജിതിൻ, എന്തൊക്കെയാണ് ചർച്ചയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? അജിംഷാദ്, ജിഷ്ണുവിന്റെ കുടുംബം നടത്തുന്ന സമരം അല്പസമയത്തിനകം തന്നെ അവസാനിപ്പിക്കുമെന്ന ഏറ്റവും പുതിയ വിവരമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പങ്കുവയ്ക്കാനുള്ളത്. സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജിഷ്ണുവിന്റെ കുടുംബവുമായി ആശയവിനിമയം നടത്തിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് CP ഉദയഭാനു തന്നെയാണ് അനൌദ്യോഗികമായി ഈ വിവരം പറഞ്ഞിരിക്കുന്നത്. ജിഷ്ണുവിന്റെ അമ്മ മഹിജയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട ഫോണിൽ സംസാരിച്ചിരിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നു. അതായത് പോലീസുകാർക്കെതിരെ നടപടി എന്ന അവരുടെ ആവശ്യത്തിൽ വീഴ്ച പരിശോധിച്ച നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നു. ഒപ്പം ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നു. ഫോണിൽ അല്പസമയം മുമ്പാണ് മഹിജയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് സംസാരിച്ചത്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയാലുടൻ ഇക്കാര്യങ്ങളിൽ നടപടി ഉണ്ടാകും എന്ന ഉറപ്പും മുഖ്യമന്ത്രി അവർക്ക് നൽകിയിരിക്കുകയാണ്. ഈ നടപടിയുടെ ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ അനുനയന നീക്കത്തിന്റെ ഭാഗമായി ഇവർ സമരം അവസാനിപ്പിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും പുതുതായി ഇവിടെ നിന്നും നൽകാനുള്ളത്. ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം മാത്രമാണ് ഇനി വരാനുള്ളത്. അല്പസമയത്തിനകം തന്നെ അഡ്വക്കേറ്റ് CP ഉദയഭാനു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ തീരുമാനം വിശദീകരിക്കും. തുടർന്ന് ജിഷ്ണുവിന്റെ കുടുംബവും മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 2 മണിക്കൂറിലേറെ സമയമാണ് അഡ്വക്കേറ്റ് CP ഉദയഭാനു ജിഷ്ണുവിന്റെ കുടുംബവുമായി ആശയവിനിമയം നടത്തിയത്. സർക്കാർ ഇക്കാര്യത്തിലെടുത്ത തീരുമാനവും പുതുതായി ഉണ്ടായിരിക്കുന്ന ധാരണകളുമെല്ലാം തന്നെ CP ഉദയഭാനു ജിഷ്ണുവിന്റെ കുടുംബവുമായി ചർച്ച ചെയ്തു. അവരുടെ പരാതികൾ, അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് CP ഉദയഭാനു വിശദമായി കേൾക്കുകയുണ്ടായി. ഇന്ന് ഉച്ചയ്ക്ക് ഏറ്റവും ഒടുവിലുണ്ടായ ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ 3-ാം പ്രതിയായ ശക്തിവേലിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് സർക്കാർ എടുത്ത നടപടികളും ഒപ്പം സർക്കാരിന്റെ മുന്നിലുള്ള ഇനിയുള്ള സാധ്യതകളും എല്ലാം നിരത്തിയായിരുന്നു CP ഉദയഭാനു ഇവരുമായി ആശയവിനിമയം നടത്തിയതെങ്കിൽ അതിനിടയിൽ തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച മഹിജയുമായി ആശയവിനിമയം നടത്തിയിരിക്കുന്നത്. ജിഷ്ണു വധക്കേസിലെ എല്ലാ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് ആസ്ഥാനത്തിന് മുന്നിലുണ്ടായ സംഭവവികാസങ്ങളിൽ പോലീസുകാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നു. ഈ ഉറപ്പിന്റെ പുറത്താണ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സമരം അവസാനിക്കുന്നത്. അതിനുള്ള ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. അല്പസമയത്തിനകം തന്നെ അതും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ജിഷ്ണുവിന്റെ കുടുംബം നടത്തിയ നിരാഹാര സമരം 5-ാം
ദിവസം പൂർത്തിയാക്കുമ്പോഴാണ് ആ സമരം അവസാനിക്കുന്നത്. ഇന്ന് അതിനായുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് രാവിലെ മുതൽ തന്നെ ഉണ്ടായി എന്ന് വേണം പറയാൻ. ഒരു ഭാഗത്ത് പോലീസ് നടപടി ഉണ്ടായപ്പോൾ, മൂന്നാം പ്രതിയായ ശക്തിവേലിന്റെ അറസ്റ്റ് ഒരു ഭാഗത്തുണ്ടായപ്പോൾ, അതിന് സമാന്തരമായി ഭരണ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഒരുമിച്ച് അനുനയന നീക്കങ്ങളും ഇന്ന് നടക്കുകയുണ്ടായി. ഇതിന്റെ എല്ലാം ഫലമായാണ് ഇന്ന് സമരം ഒത്തുതീർപ്പാവുന്നത്. തീർച്ചയായും, അതായത് ധാരണയിലെത്തിയിരിക്കുന്നു. ഏതാണ്ട് എഗ്രിമെന്റ് ഒപ്പിടുന്നതും അതുമായി ബന്ധപ്പെട്ട വിശദീകരിക്കാനായി CP ഉദയഭാനു പുറത്തേക്ക് ഇറങ്ങുന്നതുമായ ഒരു സമയത്തിന്റെ മാത്രം ബാക്കിയുള്ളൂ. ഒരുപക്ഷെ സർക്കാർ ഇടപെടൽ ക്രിയാത്മകമായി തന്നെ ഒരു സമരത്തിൽ നീതിയുടെ തുടർച്ച ലഭ്യമാക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് നാം ഇന്ന് ഈ ആശുപത്രിയുടെ വളപ്പിൽ കണ്ടതെന്ന് പറയാമോ ജിതിൻ? തീർച്ചയായും അജ്മിഷാദ്, സർക്കാരിന്റെ ശക്തമായ ഇടപെടലുകൾ തന്നെയാണ് ഇന്നുണ്ടായത്. നിർണായകമായ പോലീസ് നടപടി ഇന്നുണ്ടായി, ശക്തിവേലിന്റെ അറസ്റ്റ് ഇന്നുണ്ടായി. ഒപ്പം തന്നെ ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ മറ്റാവശ്യങ്ങളിലും തീരുമാനങ്ങളായിരിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട പരാതികൾക്ക് സർക്കാർ പരിഹാരം കാണുന്നു. അത്തരത്തിൽ നിർണായകമായ നീക്കങ്ങളാണ്, സുപ്രധാനമായ നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് സമരം അവസാനിക്കുന്ന തരത്തിലുള്ള ധാരണകൾ, തീരുമാനങ്ങൾ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അഡ്വക്കേറ്റ് CP ഉദയഭാനു ഏകദേശം 2 മണിക്കൂറിലേറെ സമയമാണ് ജിഷ്ണുവിന്റെ കുടുംബവുമായി ആശയവിനിമയം നടത്തിയത്. അവരുടെ എല്ലാ കാര്യങ്ങളും, നിയമപരമായ കാര്യങ്ങളടക്കം വിശദമായ ചർച്ചയാണ് ഇരുവരും തമ്മിൽ നടന്നത്. ആദ്യം ശ്രീജിത്തും ജിഷ്ണുവിന്റെ അച്ഛൻ അശോകൻ തുടങ്ങിയ ബന്ധുക്കളുമായി ചർച്ച നടത്തിയ ഉദയഭാനു പിന്നീട് ജിഷ്ണുവിന്റെ അമ്മ മഹിജയുമായും നേരിട്ട് കണ്ട് ആശയവിനിമയം നടത്തുകയുണ്ടായി. എല്ലാവരുടെയും ആവശ്യങ്ങൾ വിശദമായി അദ്ദേഹം കേൾക്കുകയുണ്ടായി. അക്കാര്യത്തിൽ സർക്കാർ നിലപാട് അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് മുഖ്യമന്ത്രി നേരിട്ട് മഹിജയെ ബന്ധപ്പെടുകയുണ്ടായത്. ഇതെല്ലാം ഇത്തരത്തിലുള്ള ചടുലമായ നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ക്രിയാത്മകമായ ഇടപെടലുകളെ എല്ലാം പരിഗണിച്ചുകൊണ്ടാണ്. അത് തീർത്തും ജിഷ്ണുവിന്റെ കുടുംബത്തിന് സ്വീകാര്യവും സ്വാഗതാർഹവുമാകുന്ന തരത്തിലായതിനാലുമാണ് ഇന്ന് സമരം ഒത്തുതീർപ്പാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇക്കാര്യത്തിൽ ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ ആത്യന്തികമായ ആവശ്യം ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ നടപടി ഉണ്ടാവുക, ആ കേസിലെ എല്ലാ പ്രതികളെയും പിടികൂടുക എന്നതായിരുന്നു. അക്കാര്യത്തിൽ നിർണായകമായ സംഭവവികാസങ്ങളാണ് ഇന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ഉണ്ടായതിനാൽ അദ്ദേഹത്തെ വിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ശക്തിവേലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ശക്തിവേലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒപ്പം മറ്റൊരു പ്രതിയായ പ്രവീണിനെ പോലീസ് കൃത്യമായി ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന സൂചനകളും നമുക്ക് ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള പോലീസ് നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഒപ്പം ഇന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കം നേരിട്ട് ജിഷ്ണുവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശയവിനിമയം നടത്തുന്ന സാഹചര്യമുണ്ടായി. ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങളും പരാതികളും എല്ലാം കേട്ടുകൊണ്ട് അക്കാര്യങ്ങളിലെല്ലാം തന്നെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി യെച്ചൂരി. അതിന് മുന്നോടിയായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തി ഒരു പ്രാഥമിക ധാരണ ഈ വിഷയങ്ങളിൽ ഉണ്ടാക്കിയിരുന്നു. ഇത്തരത്തിൽ നടപടികളും ധാരണകളും അത്തരത്തിലുള്ള ഇരുതരത്തിലുള്ള ഇടപെടലുകളും സർക്കാരിന്റെയും ഭരണ നേതൃത്വത്തിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നു. അതെല്ലാം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ സർക്കാരിന്റെയും ഭരണ നേതൃത്വത്തിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ സമരം ഒത്തുതീർപ്പാവുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിത്തീർന്നിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം മാത്രമാണ് ഇനി വരാനുള്ളത്. അല്പസമയത്തിനകം തന്നെ അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ഇരുവരും, ഈ ജിഷ്ണുവിന്റെ കുടുംബവും അഡ്വക്കേറ്റ് CP ഉദയഭാനുവും തമ്മിൽ അന്തിമഘട്ട ആശയവിനിമയവും ഇക്കാര്യത്തിൽ കരാർ എഴുതുന്നതടക്കമുള്ള നടപടികളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ CP ഉദയഭാനു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇന്നുണ്ടായ ചർച്ചകളുടെയും തീരുമാനങ്ങളുടെയും വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അതിനുശേഷം ജിഷ്ണുവിന്റെ കുടുംബവും മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനമായി എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് മഹിജയെ വിളിച്ചതാണ് ഇക്കാര്യത്തിൽ നിർണായകമായിരിക്കുന്ന മറ്റൊരു സംഭവം. എന്തായാലും അല്പസമയത്തിനകം തന്നെ സമരം അവസാനിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനവും അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. CP ഉദയഭാനു എപ്പോഴത്തേക്കായിരിക്കും ഇറങ്ങി വരിക? ഔദ്യോഗിക വിശദീകരണം ഉടൻ തന്നെ ഉണ്ടാകുമോ എന്നുള്ളതിന്റെ സൂചന, അതോ ഇനിയും വൈകുമോ ജിതിൻ? അജിംഷാദ്, ഔദ്യോഗിക വിശദീകരണം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. നേരത്തെ ജിഷ്ണുവിന്റെ ബന്ധുക്കളുമായി ചർച്ച നടത്തിയ CP ഉദയഭാനു പിന്നീട് മഹിജയുമായി നേരിട്ട് ആശയവിനിമയം നടത്താനായി പോയിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ച് വീണ്ടും ബന്ധുക്കളുമായി മാത്രം ചർച്ച നടത്താനായി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ വേളയിലാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വ്യക്തിപരമായി അനൗദ്യോഗികമായി ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. അതായത് മുഖ്യമന്ത്രി മഹിജയുമായി ഫോണിൽ ബന്ധപ്പെട്ടത് അടക്കമുള്ള കാര്യങ്ങൾ ആ സമയത്താണ് അദ്ദേഹം നമ്മോട് വിശദീകരിക്കുകയുണ്ടായത്. ഇനിയിപ്പോൾ ഇരുവരും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പിടുന്ന അടക്കമുള്ള നടപടികളാണ് നിലവിൽ
നിലവിൽ നടക്കുന്നത് എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇക്കാര്യങ്ങളിലെല്ലാം ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഒരു ഔദ്യോഗിക വിശദീകരണം ഈ കാര്യങ്ങളിലെല്ലാം ലഭിക്കേണ്ടിയിരിക്കുന്നു. അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ CP ഉദയഭാനു മാധ്യമങ്ങളോട് പ്രതികരിക്കാനായി ഇറങ്ങി വരുമെന്നാണ് നാം കരുതുന്നത്. ഒപ്പം ജിഷ്ണുവിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണവും ലഭിക്കേണ്ടതുണ്ട്. അവരും മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതും അല്പസമയത്തിനകം ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 4:45 ജിഷ്ണുവിൻ്റെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്താനായി അഡ്വക്കേറ്റ് CP ഉദയഭാനു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത്. 5 മണിയോടുകൂടി ഈ ആശയവിനിമയം ആരംഭിക്കുകയുണ്ടായി. ഇപ്പോൾ 2.5 മണിക്കൂറിലേറെ അത് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ഇക്കാര്യത്തിൽ സമരം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്ന ഘട്ടത്തിലേക്ക് ഈ ആശയവിനിമയം എത്തിയത്. എന്തായാലും സമരം തീരുന്നു എന്നത് ഉറപ്പായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും അതിലേക്ക് എത്തുമ്പോൾ ജിതിനിലേക്ക് ആ വാർത്ത കൈമാറാൻ എത്തുകയും ചെയ്യാം. വിശദമായ ചർച്ചയിലേക്ക് ന്യൂസ് ആൻഡ് വ്യൂസ് പോവുകയാണ്. ശക്തിവേലിന്റെ അറസ്റ്റോടെ തെളിയുന്ന മാനങ്ങൾ എന്തൊക്കെ? പിണറായി പോലീസിനെ തെറിവിളിക്കാൻ കാരണം കൂട്ടിയവർക്ക്, ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ സമരത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചവർക്കും ഇത് തിരിച്ചടിയാകുമോ? സർക്കാരിനെതിരെ ആയുധം കൂട്ടാൻ ഇറങ്ങിപ്പുറപ്പെട്ടവർക്കൊപ്പം വേദി പങ്കിട്ട സുഭാഷ് വാസുവിന്റെ കോളേജ് ജിഷ്ണുമാരെ സൃഷ്ടിക്കാൻ മുതിർന്നത് കണ്ടില്ലേ നിങ്ങൾ? അരീക്കോട് ലീഗ് നിയന്ത്രണത്തിലുള്ള സ്കൂൾ മറ്റൊരു ജിഷ്ണുവായ നിസ്ലയെ സൃഷ്ടിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. ഇന്ന് പിണറായി വിജയൻ സർക്കാർ ചെയ്തതിൻ്റെ 1000-ലൊരു അംശം അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തിരുന്നില്ല എന്നതും വസ്തുത. 3-ാം പ്രതിയെ പിടികൂടിയത് പോലീസിന്റെ വലിയ നേട്ടമോ? ജുഡീഷ്യറിയുടെ നിയമ സൗന്ദര്യത്തെ മറികടക്കാൻ കേസിന് എന്ത് മെറിറ്റാണ് ഈ അറസ്റ്റ് നൽകുക? ഇടിമുറിയിലെ വില്ലന്റെ കയ്യിൽ നീതിയുടെ ഉരുക്ക് വിലങ്ങ്. രക്തസാക്ഷി കുടുംബത്തിന് സാന്ത്വനം. കേരള പോലീസിന് സമാശ്വാസം. പിണറായി സർക്കാരിന് ചാരിതാർത്ഥ്യം. വിമോചന സമരത്തിന്റെ ഉപജാപകർക്ക് മുഖമടച്ചടി. വായാടി വിപ്ലവത്തിന്റെ ഗൂഢാലോചനക്കാർക്ക് പല്ലുകടിയുടെ 9-ാം തീയതിയോ ഇന്ന്? ജിഷ്ണുവിന്റെ സമരം ഒത്തുതീർപ്പിലേക്ക് കൂടി നീങ്ങുമ്പോൾ അത് പൂർത്തിയാവുകയാണ്. കോൺഗ്രസ് നേതാവ് പഴകുളം മധു, ഭാസുരേന്ദ്ര ബാബു, SFI നേതാവ് M വിജിൻ, ജെയിംസ് വടക്കുംചേരി എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ ചേരുന്നത്. തീർച്ചയായും നമുക്ക് ചർച്ച ചെയ്യാം. വായാടി വിപ്ലവത്തിന്റെ ഗൂഢാലോചനക്കാർക്ക് പല്ലുകടിയുടെ 9-ാം തീയതിയാണോ ഇന്ന് സമ്മാനിച്ചത് അടക്കമുള്ള വിവരങ്ങൾ. ജിഷ്ണുവിന്റെ സമരം, ജിഷ്ണുവിന്റെ കുടുംബം നടത്തുന്ന സമരം ഒത്തുതീർപ്പിലേക്ക് നീങ്ങിയപ്പോൾ ഒരു സർക്കാരിന്റെ ക്രിയാത്മകമായ ഇടപെടലുകളാണോ ഇവിടെ വിജയം കണ്ടത്? എതിരഭിപ്രായങ്ങളുണ്ടോ? തീർച്ചയായും ആദ്യം കോൺഗ്രസ് നേതാവ് ശ്രീ പഴകുളം മധുവിലേക്ക് തന്നെ പോകാം. ശ്രീ പഴകുളം മധു, ഒരു കാര്യം, കെട്ടിപ്പൊക്കിയ വലിയ കൊട്ടാരങ്ങൾ ഇടിഞ്ഞു വീഴുന്നതാണോ ഈ 9-ാം തീയതി? കെട്ടിപ്പൊക്കിയ കൊട്ടാരങ്ങളൊന്നും തകർന്നു വീണില്ല. കെട്ടിവീർപ്പിച്ച ബലൂണ് കാറ്റ് പോയി. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാട്ടിയ ധാർഷ്ട്യം, അഹന്ത, അതെല്ലാം ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുന്നു. കേരളത്തിൽ ഉയർന്നു വന്ന വലിയ ബഹുജന രോഷത്തിന്റെ അഗ്നിയിൽ ഒരു ചിറക് കരിഞ്ഞ് താഴെ വീണ ഒരു സർക്കാരിന്റെ പതനമാണ് ഈ സംഭവം തെളിയിക്കുന്നത്. 94-ാമത്തെ ദിവസം ഈ ഗവൺമെന്റിന്റെ എല്ലാ ധാർഷ്ട്യവും താഴെ വീണിരിക്കുന്നു. ഗവൺമെന്റ് മുട്ടുമടക്കിയിരിക്കുന്നു. അവരുടെ ആ കുടുംബത്തിന്റെ മഹിജ എന്ന് പറയുന്ന മഹനീയമായ കേരളീയ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച ഒരു സ്ത്രീയുടെ പാതാരവിന്ദങ്ങളിൽ അഭയം തേടേണ്ടി വന്ന ഗതികേടിലേക്ക് ഗവൺമെന്റ് പോയിരിക്കുന്നു. 94 ദിവസവും പ്രതികളെ സംരക്ഷിച്ചു നിർത്തിയ, ഇന്നലെ ശ്രീജിത്ത് ആരോപിച്ചതുപോലെ കേരളത്തിൽ ഒരു ബാങ്കിൽ പണമെടുക്കാൻ പോകാനുള്ള സ്വാതന്ത്ര്യം, 1 മണിക്കൂർ നേരം അവിടെ ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രതികൾക്ക് കൊടുത്ത ഈ ഗവൺമെന്റിന്റെ ഗൂഢാലോചന തന്ത്രം പൊളിഞ്ഞിരിക്കുന്നു. ഷാജഹാനെ ഗൂഢാലോചന ചുമത്തി അകത്താക്കിയ സർക്കാരാണ് യഥാർത്ഥ ഗൂഢാലോചനക്കാരെന്ന് വെളിവായിരിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. സമര പാരമ്പര്യങ്ങളിലൂടെ കടന്നു വന്ന് അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം നടത്തിയിട്ടുള്ള സമര പാരമ്പര്യത്തെ മുഴുവൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അവർ നടത്തിയ സമരങ്ങളിലെ രക്തസാക്ഷികളുടെ ആത്മാവിനെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു. പിണറായി വിജയൻ ഒരു പുതിയ സമീപനം, നയം സ്വീകരിച്ചിരിക്കുന്നു. കുറ്റകൃത്യങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇരകൾക്ക് മാത്രമേ പ്രതിഷേധിക്കാൻ അവകാശമുള്ളൂ, മറ്റാർക്കും പ്രതിഷേധിക്കാൻ അവകാശമില്ല എന്ന ഒരു ന്യായം മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നു. ഭരണഘടനയും ക്രിമിനൽ പ്രൊസീജിയർ കോഡും IPCയും എല്ലാം തിരുത്തി എഴുതേണ്ട ഒരു പുതിയ സാഹചര്യം കേരളത്തിലെ മുഖ്യൻ സൃഷ്ടിച്ചിരിക്കുന്നു. അദ്ദേഹം കടന്നു വന്ന SFIയും DYFIയും ഉൾപ്പെടെയുള്ള വിപ്ലവ വിദ്യാർത്ഥി യുവജന സംഘടനകൾ മുഖം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. SFI ഇന്ന് കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹം തള്ളിക്കളഞ്ഞ അവസ്ഥയിൽ കാരണക്കാരൻ മുഖ്യമന്ത്രിയാണ്. ആണോ വിജിൻ? SFIയുടെ
മുഖം നഷ്ടപ്പെട്ടോ? ആ 6-ാം തീയതി ജിഷ്ണുവിന്റെ യഥാർത്ഥ ശരീരത്തിലേക്ക് ജിഷ്ണുവിന്റെ അമ്മയുടെ കണ്ണീര് വീഴുമ്പോൾ നിങ്ങൾ മാത്രമായിരുന്നു സമരം ചെയ്തത് എന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആർക്കും തിരുത്താം. ഒപ്പം ഉമിനീരിൽ ചോരയുടെ രുചി വരുന്നിടത്തോളം നേരം ജിഷ്ണുവിന് വേണ്ടി ഹാഷ്ടാഗ് ക്യാമ്പയിൻ തുടങ്ങിയ പീപ്പിൾ ടിവിയിൽ ഇരുന്നു കൊണ്ട് ഒരു പക്ഷേ ഇത്തരം സംഭവ വികാസങ്ങളൊക്കെ നടക്കുമ്പോൾ തിരസ്കരിച്ച സമരത്തിന്റെ ചരിത്രമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടേക്ക് ഉയർത്തി ഒരു പക്ഷേ പഴകുളം മധു മുമ്പോട്ട് വെച്ച ആരോപണങ്ങൾക്ക് SFIക്ക് മറുപടി ഉണ്ടോ ഈ ഘട്ടത്തിൽ? ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്കൊരു കവിതയായിട്ടാണ് തോന്നിയത്. എന്താണെന്നല്ല, അദ്ദേഹം നേരത്തെ എഴുതി തയ്യാറാക്കി പഠിച്ചു വന്ന ഒരു കവിത ഇവിടെ ആലപിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അത് ചിലപ്പോൾ ആ രീതിയിൽ ഞാൻ കേട്ടത് കൊണ്ടായിരിക്കാം. ഇവിടെ ചിറക് കരിഞ്ഞു വീഴുന്നു, ഇവിടെ അത് ആകാശത്തേക്ക് പറക്കാൻ പറ്റാതാകുന്നു, മുഖം നഷ്ടപ്പെടുന്നു. ആരുടെ മുഖമാണ് ഇവിടെ നഷ്ടപ്പെട്ടത്? അദ്ദേഹം പറയുന്നത് കേട്ടാൽ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെയുണ്ട് ഇന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തതിലുള്ള ഏറ്റവും വലിയ നിരാശ. ഇന്ന് ഏറ്റവും നിരാശരായി നിൽക്കുന്നത് ആരാണ്? ഇവിടെ രാഷ്ട്രീയ നാടകം എന്ന അജണ്ടയുമായി ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ കോൺഗ്രസ് തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. മറ്റൊരു ഭാഗത്ത് BJP തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. ഇവിടെ പറഞ്ഞുവല്ലോ, ഇവിടെ മുഖം നഷ്ടപ്പെട്ടു. ആർക്കാണ് മുഖം നഷ്ടപ്പെട്ടത്? പ്രിയപ്പെട്ട ഈ കരകുളം മധുവിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഒരു ഘട്ടത്തിലും. അവരുടെ പാർട്ടിയെ ഞാൻ ഒരു ഘട്ടത്തിലും കണ്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ KSUവിന്റെ മുൻ സംസ്ഥാന ജില്ലാ നേതാവായിരുന്നു കൃഷ്ണദാസ്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തന്നെ നേതാവായ വിശ്വനാഥന്റെ മകനാണ് സഞ്ജിത്ത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരെ കാണാതിരുന്നത്. പക്ഷേ ആ ജനുവരി മാസം 6-ാം തീയതി ജിഷ്ണു പ്രണോയ് മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അതൊരു കോപ്പിയടിയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് കൃഷ്ണദാസ് അതിനെ തള്ളിക്കളയാൻ ശ്രമിച്ചപ്പോൾ അതിന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കൂട്ടുനിന്നു. ശ്രീ എന്താണ് കരകുളം മധുവിന്റെ പാർട്ടിയും അതിന് കൂട്ടുനിന്നു. കാരണം നിങ്ങളുടെ നേതാവാണല്ലോ രണ്ടുപേരും, അതുകൊണ്ട് കൂട്ടുനിന്നു. 7-ാം തീയതിയാണ് ഈ അമ്മ ഇവിടെ പറഞ്ഞല്ലേ കണ്ണുനീരിന്റെ കാര്യം. 7-ാം തീയതി തൻ്റെ മകന്റെ ശവശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് മഹിജ എന്ന് പറഞ്ഞ അമ്മ കരഞ്ഞ കണ്ണുനീർ ആരും കണ്ടിട്ടില്ല ഈ കേരളത്തിൽ. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കണ്ണുനീരിന്റെ ഭാഗമായിട്ടാണ് 7-ാം തീയതി മുതൽ SFI സമരം ആരംഭിക്കുന്നത്. ഞങ്ങൾ ഇടിമുറികൾ തകർക്കുന്ന നിലയിലേക്കുള്ള പ്രക്ഷോഭങ്ങൾ പാമ്പാടി കോളേജിൽ ആരംഭിച്ചപ്പോഴാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾ, കൈരളി ചാനൽ വളരെ അഭിമാനത്തോടു കൂടെ പറയാൻ സാധിക്കും, ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ ആരംഭിച്ചത് അത് കൈരളി ചാനൽ തന്നെയായിരുന്നു ആദ്യം. മറ്റ് ചാനലുകൾ പറഞ്ഞത് പ്രമുഖ കോളേജ് SFI അടിച്ചു തകർത്തു, ഞങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമം നടത്തി. ആരാണ്? ഞങ്ങൾ അടിച്ചു പൊളിക്കുന്നവർ. എന്താ സംഭവിച്ചത്? പ്രിയപ്പെട്ട എനിക്ക് മുന്നേ സംസാരിച്ച അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനത്തോടു കൂടി പറയാനുള്ളത്, ഒരു ഘട്ടത്തിലും നിങ്ങളൊന്നും ഇവിടെ എവിടെയും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എപ്പോഴാണ് വന്നത്? ഒരു കണ്ണുനീരിന്റെ കഥയും കൊണ്ട് ഞാൻ ആ അമ്മ നടത്തിയ സമരത്തെ ഞാൻ ഒരു ഘട്ടത്തിലും മോശമാക്കുന്നില്ല, മോശമാക്കുകയുമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ പറഞ്ഞുവല്ലോ ഒരു കണ്ണുനീരുമായി വന്നു, നിങ്ങൾ കണ്ണുനീരിന്റെ കഥ പറയുന്നു, നിങ്ങൾ ചിറകരിഞ്ഞു പോകുന്നു. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർജവമുള്ള കരുത്തനായ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കാണിച്ചു തന്നില്ലേ? ആത്മഹത്യ എന്ന് പറഞ്ഞ ജിഷ്ണു പ്രണോയിയുടെ ആ മരണത്തെ കൊലപാതക ശ്രമം വരെ എത്തിച്ചത് ആരാ ഈ കേരളത്തിൽ? ഈ കേരളത്തിന്റെ സർക്കാർ, ആഭ്യന്തര വകുപ്പ്, പ്രത്യേക അന്വേഷണ സംഘം. ആ അന്വേഷണ സംഘം അന്വേഷിച്ചിട്ടല്ലേ ഈ കേസ് ആത്മഹത്യ അല്ല എന്നും കൃഷ്ണദാസും സഞ്ജിത്തും പ്രവീണും ശക്തിവേലും ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്ത് നടത്തിയ കൊലപാതക ശ്രമം തന്നെയാണ് നിലയിൽ എത്തിച്ചത് ആരാ? ഈ കേരളത്തിലെ ഗവൺമെന്റ് ആണ്. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ നേരത്തെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട കരകുളം മധു, ഇവിടെ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കണം. ഇവിടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്വാശ്രയ മുതലാളിക്കെതിരെ കേസെടുക്കുന്നു, അദ്ദേഹത്തെ ജയിലടക്കുന്നു, 1-ാം പ്രതിയായി മാറുന്നു. ഏത് ഗവൺമെന്റ് ആർജവം കാണിച്ചു? നിങ്ങളുടെ പല ഗവൺമെന്റ് ഇവിടെ ഭരിച്ചുവല്ലോ. ഇവിടെ എന്താ? ഞാൻ അതിലേക്കൊന്നും പോകുന്നു. രജനി എസ് ആനന്ദും ഫാസിലയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. എന്താ ഫാസിലയുടെ കേസിന്റെ അവസ്ഥ? ഇവിടെ ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടിയായിരുന്നില്ലേ മലപ്പുറത്ത്? എന്താ രജനി എസ് ആനന്ദിന്റെ അവസ്ഥ? അതൊന്നും നിങ്ങൾ പറഞ്ഞു പോകണ്ട. ഇവിടെ നിങ്ങൾ വലിയ ഭാഷ പഠിച്ച് വലിയ ചിറകരിഞ്ഞു പോകുന്നു. ചിറക് കരുത്ത് വെച്ച് ആകാശത്തേക്ക് ഉയർന്നു പറക്കുകയാണ് ഇന്ന് കേരളത്തിലെ ഇടത് ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തീർച്ചയായും ഏറ്റവും അഭിമാനകരമായ നിമിഷം ഈ കേസ് ആത്മഹത്യയിൽ നിന്ന് പ്രതികളെ പിടികൂടുന്നതിൽ എത്തിച്ചതിലൂടെ ആർജവമുള്ള ഗവൺമെന്റ് പറഞ്ഞ വാക്ക് ഈ ഏതാനും മാസങ്ങൾ കൊണ്ട് തെളിയിച്ച കേസുകൾ മാത്രം എടുത്താൽ മതി. ഇവിടെ ജിഷയുടെ കേസ്, നിങ്ങൾ എന്തെല്ലാം നാടകം, ചെരുപ്പ് കെട്ടിത്തൂക്കി ഉൾപ്പെടെയുള്ള നാടകങ്ങൾ ഈ കേരളത്തിന് മണ്ണിൽ നിങ്ങൾ നടത്തിയില്ലേ? അത് തെളിയിച്ച ഗവൺമെന്റ് അല്ലേ? ഇവിടെ നിരവധി, ഞാൻ പറയുന്ന കൊട്ടിയൂർ പീഡനം തുടങ്ങി നിരവധിയായിട്ടുള്ള കേസുകൾ, കാസർഗോഡ് കൊലപാതകം,
മാലവിയുടെ കൊലപാതകം അന്വേഷിച്ച് കണ്ടുവെത്തുന്നു, പ്രമുഖ നടിയുടെ കേസ്, എല്ലാം ഇത്രയും മാസം കൊണ്ട് തീർച്ചയായും പഴകുളം മധു, അവിടെയാണ് SFI മുമ്പോട്ട് വെച്ച ചോദ്യങ്ങൾ താങ്കളുടെ മുന്നിൽ ശരമായെത്തുന്നത്. നിസ്ലയുടെ കാര്യം, രജനി എസ് ആനന്ദിന്റെ കാര്യം, മരണം പെയ്തു താഴേക്കിറങ്ങിയത് ആന്റണിയുടെ കാലത്ത്, നിസ്ല മരിച്ചത് ലീഗിന്റെ അധീനതയിലുള്ള സ്കൂളിൽ, അവിടെ നടന്നത് അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, ഒരിക്കലും ഒന്നും സംഭവിച്ചില്ല. അതൊക്കെ പോട്ടെ, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഒരു കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. സുഭാഷ് വാസു എന്ന BDJSന്റെ നേതാവിൻ്റെ കോളേജിൽ ഒരു കല്ല് KSUO കോൺഗ്രസോ അവിടേക്ക് എടുത്ത് എറിഞ്ഞിട്ടുമില്ല. അങ്ങനെ ആലപ്പുഴയിൽ ഇന്ന് നടക്കുന്ന കണ്ണീര് പോലും കാണാൻ നിങ്ങൾക്കായില്ല എന്നിടത്തേക്കാണ് വിജിൻ ഉന്നയിച്ച ചോദ്യം കൂടുതൽ പ്രസക്തമാകുന്നതെന്ന് ഒരാൾക്ക് സംശയം തോന്നിയാൽ അതിന് മറുപടി ഉണ്ടോ പഴകുളം മധു? ശ്രീ വിജിനോട് എനിക്ക് സഹതാപമുണ്ട്. കാരണം അദ്ദേഹം ഒരു മോശം സമയത്താണ് SFIയുടെ പ്രസിഡന്റായി വന്നിട്ടുള്ളത്. കാരണം ഇതപര്യന്തം SFI നടത്തിയിട്ടുള്ള സമരാഭാസങ്ങളുടെ എല്ലാ ശിക്ഷയും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. എനിക്ക് അദ്ദേഹത്തോട് സഹതാപമുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘടനയും ഇന്ന് കേരളത്തിൽ മലയാളം അറിയുന്ന ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തിന് മുമ്പിൽ അപഹാസ്യപാത്രമായി നിൽക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം നഷ്ടപ്പെട്ടു. നിങ്ങൾ തിരുവനന്തപുരത്ത് നടത്തിയ സമരവും അതിനുശേഷം നിങ്ങളുടെ തന്നെ സഹയാത്രികയായിരുന്ന ഒരു വിദ്യാർത്ഥിക്കുണ്ടായ ദാരുണമായ അന്ത്യത്തിലെ പ്രതികളെ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംരക്ഷിക്കുന്നത്? ആ പ്രതിയെ സംരക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാമായിരുന്നു നെഞ്ചൂക്കോടെ, അതല്ലേ SFIയിൽ നിന്നും ഇതപര്യന്തം കേരളം പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾക്കതിനായോ? നിങ്ങൾക്കതിന് കഴിവുണ്ടായോ? നിങ്ങൾ തളയ്ക്കപ്പെട്ടു, ചങ്ങലയിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു. SFI ഇതുവരെ ആർക്കൊക്കെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങളുണ്ടോ ആ ആക്ഷേപങ്ങളെല്ലാം അതിന്റെ വിഴുപ്പ് ഭാണ്ഡം ചുമക്കേണ്ടി വരുന്ന ഗതികേടിലാണ് SFI. ഈ ഗവൺമെന്റ് 94 ദിവസം കാത്തിരുന്നില്ലേ സുഹൃത്തെ, സഖാവേ? എന്തുകൊണ്ട് നിങ്ങൾ ശബ്ദിച്ചില്ല? നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ മുഖ്യമന്ത്രി, SFIയിലൂടെ കടന്നു വന്ന പിണറായി വിജയൻ എന്തിനു വേണ്ടിയാണ് ഇരകളെ അപഹസിച്ച് എന്തിനും പ്രതികൾക്ക് വേണ്ടി എന്തിനും സംരക്ഷണം കൊടുക്കുന്നു? ഈ കൃഷ്ണദാസെ എന്തിനു സംരക്ഷിക്കുന്നു? അല്ലെങ്കിൽ ഈ ശക്തിവേലിനെ ഇതുവരെ ഈ ശക്തിവേൽ ആരാണ്? ഒരു രാജ്യത്തിന്റെ അധിപനാണോ? അയാൾ ഈ 94 ദിവസം എവിടെയായിരുന്നു? നിങ്ങളുടെ നിരവധി അന്വേഷണ സംഘങ്ങൾ എവിടെ പോയിരുന്നു? ഇന്ന് ഗതികെട്ട് നിങ്ങൾക്ക് കേരള സമൂഹത്തിന് മുമ്പിൽ ഒരു മറുപടി പോലും പറയാൻ അവസാനം ഒരു ഗതിയുമില്ലാതെ വന്നപ്പോഴാണ് മുഖ്യമന്ത്രി പഴയ കഥകളൊന്നും ശ്രീ പഴകുളം മധു അതായത് ഈ ശക്തിവേൽ ആരുമല്ലല്ലോ. പിന്നെ പോലീസ് മനഃപൂർവ്വം പിടിക്കാതിരിക്കേണ്ട കാര്യമില്ല. ഇന്ന് സിം കണ്ടെത്തി കൃത്യമായ ഓപ്പറേഷൻ നടത്തി കോയമ്പത്തൂരിലേക്ക് എത്തിയതിന്റെ സാഹസത്തെ സംബന്ധിച്ച് റേഞ്ച് ഐജി പറഞ്ഞു. ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചുവെന്നും റേഞ്ച് ഐജി അല്ല എബ്രഹാമിന്റെ റിപ്പോർട്ടുമെല്ലാം മുഖ്യമന്ത്രി എഴുതി കൊടുക്കുന്നതാണ്. ഒട്ടും ശരിയല്ല. വിജിൻ ഒരിക്കലും ന്യായീകരിക്കും. ചോദ്യം മാത്രം. ബഹുമാനപ്പെട്ട കരകുളം മധുവോട് ഒരു ചോദ്യം. നിങ്ങളോട് ഒരുപാട് വാക്കുകൾ പറഞ്ഞുവല്ലോ. ഞങ്ങൾ മുഖം നഷ്ടപ്പെട്ടു, ഞങ്ങൾ ഒരു സമരവും ഏറ്റെടുത്തില്ല, ഞങ്ങൾ മിണ്ടിയില്ല. നിങ്ങളുടെ പ്രസ്ഥാനം നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് നിങ്ങളൊന്ന് ഈ ചർച്ചയിൽ വിവരിച്ചു കളാം. ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ പ്രസ്ഥാനം നടത്തിയ ഇടപെടലുകൾ ജിഷ്ണുവിന്റെ മരണം മുതൽ ജനുവരി മാസം 6 മുതൽ എന്ത് നിങ്ങൾ നടത്തിയിട്ടുണ്ട്? ഞാൻ നിങ്ങളോട് വെല്ലുവിളി ചോദിക്കുന്നു. നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം KSU ഒരു നിരാഹാര സമരം തുടങ്ങി 3-ാം ദിവസം പൊടി തട്ടി എഴുന്നേറ്റ് പോയി. എന്റെ കയ്യിൽ തെളിവുണ്ട്. ഇവിടെ എത്തിച്ചത് നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുക തന്നെയാണ്. നിങ്ങളുടെ വിഷയം നടക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിജിൻ മുമ്പോട്ട് വെച്ച ചോദ്യത്തെ വെല്ലുവിളിയുടെ ക്രിയാത്മകതയിൽ അദ്ദേഹം ഏറ്റെടുത്തു കഴിഞ്ഞു. എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് കൃത്യമായി അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്ന് അദ്ദേഹം വളരെ കാലം കേരളത്തിലെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കേണ്ട ആളാണ്. നിങ്ങളെ കുറിച്ച് SFIയുടെ ആൾക്കാരെ കുറിച്ച് വലിയ കാഴ്ചപ്പാടുണ്ട് കേരള ജനങ്ങൾ. നിങ്ങൾ സ്വയം അപഹാസ്യനാകരുത്. തീർച്ചയായും മലയാളികൾ നിങ്ങളെ വിലയിരുത്തും. ശ്രീ മധു, അതായത് വിഷയം വിട്ട് പോകരുത്. നിങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റിനെ താങ്ങി നിർത്തേണ്ട ഗതികേട് നിങ്ങൾക്ക് എന്തിനാണ്? തന്റെ ഇടത്തോടെ നിങ്ങൾ രംഗത്ത് വരൂ. നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ പ്രസ്ഥാനം ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടൽ നിങ്ങൾ പറയൂ. അതിന്റെ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തു കഴിഞ്ഞു. ആ കുറവ് അദ്ദേഹം ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് അതിന് പ്രസക്തിയില്ല. വിജിൻ അത് നിങ്ങളുടെ സർക്കാർ എന്ത് ചെയ്തു? നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തിനാണ് പ്രതികളെ അവർ സംരക്ഷിക്കുന്നത്?
എന്തിനാണ് അവർക്ക് ഹൈക്കോടതി ജാമ്യം വാങ്ങിക്കൊടുത്തത്? നിങ്ങൾ പ്രിയപ്പെട്ട കരകുളം മധു ആര് നിരാഹാരം കടന്നു? നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ വിവരിക്കാം. എന്റെ പ്രസ്ഥാനം നടത്തിയ ഇടപെടലുകൾ ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ഓരോ ഘട്ടം മുതൽ ഞങ്ങൾ നടത്തിയ ഇടപെടലുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ വിഷയത്തിൽ കേരള സമൂഹവും പൊതുസമൂഹവും ചർച്ച എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് SFI ആണ്. ശബ്ദിക്കാൻ കഴിയില്ല. ചങ്ങലയിലാണ് നിങ്ങൾ എല്ലാവരും. പിണറായി വിജയൻ തെറ്റ് കാണിച്ചാൽ തെറ്റെന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. ഞങ്ങൾ ഒരു ചങ്ങലയിലും അല്ല, ഞങ്ങൾ ശക്തമായി ശബ്ദിച്ചിട്ടുണ്ട്. നിങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ ശക്തമായി ശബ്ദിച്ചിട്ടുണ്ട്. എന്നെ കാണേണ്ട കാര്യമില്ല നിങ്ങൾക്ക്. നിങ്ങൾ സ്വയം കണ്ടാൽ മതി. തീർച്ചയായും വിജിൻ മുമ്പോട്ട് പഠിച്ചാൽ മതി. SFIയുടെ വിജിൻ മുമ്പോട്ട് വെച്ച ആ ചോദ്യം, നിങ്ങളുടെ പ്രസ്ഥാനം ഈ കാര്യത്തിൽ എന്ത് ചെയ്തു എന്നതിന്റെ സംബന്ധിച്ച് പഴകുളം മധു പറഞ്ഞു ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്ന്. അവിടെ ആ ചർച്ചയുടെ അന്തിമമായി കഴിഞ്ഞു. ശ്രീ ബാസുരേന്ദ്ര ബാബു, ഒരു കാര്യം, അമരാവതിയിലും ചുരളി കീരിത്തോടുമൊക്കെ AKG നടത്തിയ സമരങ്ങൾ നാം കണ്ടിട്ടുണ്ട്. താങ്കളും ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിൽവാസം അനുഭവിച്ച ആൾ എന്നുള്ള നിലയിൽ നിരീക്ഷകനായി കൂടി അല്ല ഈ ഘട്ടത്തിൽ ചോദിക്കുന്നത്. വിപ്ലവം വരുന്നത് സമരക്കാരെത്തുമ്പോൾ അവർക്ക് ലോഡ്ജ് മുറി, മറ്റ് താമസ സൗകര്യം ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ട് മാറി നിൽക്കുന്നതാണോ വിപ്ലവം വരുന്നതിൻ്റെ വഴി? ഇവിടെ KM ഷാജഹാനെക്കുറിച്ചും അവരുടെ ഇടപെടലുകളെക്കുറിച്ചും പഴകുളം മധു ഈ ഘട്ടത്തിൽ ഏറ്റെടുത്തു. ഓക്കെ, പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ പ്രസക്തമാവുകയാണ്. ശക്തിവേൽ ഇന്ന് അറസ്റ്റിലായിരിക്കുന്നു. ജിഷ്ണുവിൻ്റെ കുടുംബം അത്തരം ആൾക്കാരെ തള്ളിക്കളയുകയും ഇന്ന് സമരം ഒത്തുതീർപ്പിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ എങ്ങനെ ഇതിനെ ഒന്ന് വിലയിരുത്താം? അല്ല, ജിഷ്ണു പ്രണോയിയുടെ അമ്മയ്ക്കും അവരുടെ കുടുംബത്തിനും അദ്ദേഹം ആ മരണവുമായി ബന്ധിപ്പിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യപ്പെടാൻ DGPയുടെ ഓഫീസിൽ വരാം. ഇതിനു മുമ്പ് അവർ വന്നിട്ടുണ്ട്, പുതിയ കാര്യമല്ല. അങ്ങനെ വരുമ്പം സർക്കാരിൽ അവർക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. കാരണം സർക്കാരിനെ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതു കുടുംബ വ്യവസ്ഥയ്ക്കകത്താണ് അവർ വരുന്നത്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് യാതൊരു വ്യത്യാസവും സർക്കാരിനോടില്ല. മറിച്ച് പോലീസ് വേണ്ടുവണ്ണം പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് പിടിക്കാൻ കഴിയുന്നില്ല. അത്തരമൊരു ആക്ഷേപം വിഷ്ണു പ്രണോയിയുടെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും വരുന്നതിൽ പുതുമയൊന്നുമില്ല. കാരണം ആദ്യത്തെ ഒരു മാസം വിഷ്ണു പ്രണോയ് മരിച്ചതിന് ശേഷം ഒരു മാസത്തിന് ശേഷമാണ് FIR പോലും ഇട്ടത് നമുക്കറിയാമല്ലോ. സ്വാഭാവികതയിൽ അത്തരം ഒരു പോലീസിനെ വിശ്വസിക്കുക അമ്മയ്ക്കല്ല ആർക്കും കഴിയില്ല. അതിനുശേഷമാണ് ഒരു പ്രത്യേക ടീമിനെ ഏർപ്പാടാക്കുമ്പോഴാണ് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. ഇവിടെ നാം ഇത് ചർച്ച ചെയ്യുമ്പോൾ പഴകുളം മധു നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറച്ചൊരു ചരിത്രം ഇതിനുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയത് AK ആൻ്റണിയാണ്. 2 സ്വാശ്രയ കോളേജ്, ഒരു ഗവൺമെൻറ് കോളേജ്. ഓക്കെ, എന്തു വേണേ ആയിക്കൊള്ളട്ടെ. അദ്ദേഹം തന്നെ പരിദേവനം നടത്തി. ഇതൊക്കെ ആയിരുന്നെങ്കിൽ ഈ ആസുര ശക്തി വിട്ടിരുന്നത് എന്ന് പിൽക്കാലത്താണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമുക്ക് പരിശോധിക്കാൻ കഴിഞ്ഞൊരു 15 വർഷമായി, ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചല്ലോ, 15 വർഷമായി സ്വാശ്രയ മാനേജ്മെൻറ്റുമായി ബന്ധിപ്പിച്ച് വളർന്നു വന്ന അനബലക്ഷണീയ പ്രവണതകളെ അഭിസംബോധന ചെയ്യാൻ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ അല്ലാതെ ആരെങ്കിലും അതിന് തലവെച്ച് കൊടുത്തോ? ആരെങ്കിലും ധീരമായി മുന്നോട്ട് വന്നോ? നമുക്കറിയാം, കഴിഞ്ഞ തവണ ഈ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന പാരാമീറ്റർ അടക്കമുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു പൊതുസമ്മതി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഇത്തവണ കുറേ കൂടി മെച്ചപ്പെടും. അതിനേക്കാൾ വലിയൊരു കാര്യം പഴകുളം അത് മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്തത് 3 ഈ കേരളത്തിൽ തന്നെ ഉള്ള യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർമാരെ വിളിച്ചു വരുത്തിയതിന് ശേഷം ഈ സ്വാശ്രയ കോളേജുകളിലെല്ലാം വിദ്യാർത്ഥി യൂണിയൻ വേണം, മറ്റൊന്ന് PTA ഉണ്ടാക്കണം നിർബന്ധമായി. അങ്ങനെ അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് പറയുന്നത് വഴി എവിടെയൊക്കെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിഷേധിക്കപ്പെട്ടുവോ അവിടെയൊക്കെ അത് വേണമെന്ന് വാശി പിടിച്ച മുഖ്യമന്ത്രിയാണിത്. എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി നാം നടത്തിയ ഒരു തെറ്റായിരുന്നു സ്വാശ്രയ കോളേജിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത്. ആ പശ്ചാത്തലത്തിലാണ് ഈ കൃഷ്ണകുമാറിനെ പോലെയുള്ള കൃഷ്ണദാസിനെ പോലെയുള്ള വൈതാളികർ വളർന്നു വന്നത്. ഇതാണല്ലോ സംഭവം. അപ്പൊ അതിനെ പിടിക്കണം എന്ന് ആദ്യം ചിന്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇതാണ് വസ്തുത. ചരിത്രപരമായി അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന ക്രെഡിറ്റ് അതാണ്. അല്ലെങ്കിൽ AK ആന്റണിക്ക് പറ്റിയ തെറ്റ് ഉമ്മൻചാണ്ടിക്ക് പരിഹരിക്കാൻ പറ്റിയില്ല. അതിന് പിണറായി വിജയൻ വരേണ്ടി വന്നു. അതിന് യു ഷുഡ് താങ്ക് ഹിം. നിങ്ങൾ അദ്ദേഹത്തോട് നന്ദി കാണിക്കണം. ആ ചെയ്തിയിൽ പാളിച്ചകൾ വന്നിട്ടുണ്ട്, ശരിയാണ്. അത് ചെയ്ത വഴിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം.
വിഷ്ണു പ്രണോയിയുടെ കാര്യത്തിൽ 1, 2, 3, 4 എന്നക്കമിട്ട് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു. അനധികൃതമായി ഉമ്മൻചാണ്ടിയുടെ ശൈലി അദ്ദേഹത്തിനില്ല. നേരെ പോയി കെട്ടിപ്പിടിക്കുക, കരയുക, പിടിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക. അത്തരം രീതികളൊന്നുമില്ല. വൈകാരിക പ്രകടനങ്ങൾക്ക് അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിയും എന്ന നിലയ്ക്ക് എന്തൊക്കെ ചെയ്യാമോ 1, 2, 3, 4 കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. അങ്ങനെ അപരിഹാര്യമായി നിൽക്കുന്ന കാര്യങ്ങളെ മുൻനിർത്തി മഹിജ സമരത്തിന് വന്നപ്പോൾ ആ സമരത്തിന് ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് സംഭവിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, ഈ 2 പേരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു വിജയമാണ്. കുറേ നാളത്തെ എന്താ പറയുക, വളരെ കൃതഹസ്തതയുള്ള പെരുമാറ്റത്തിൻ്റെ ഒരു ഫലമാണ് അറസ്റ്റ്. 2, ഈ പോലീസുകാരുടെ മേൽ നടപടി സ്വീകരിക്കുമെന്ന് നൽകിയ ഉറപ്പ്. കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കും. കണ്ടെത്തുമെന്ന് ഉറപ്പാണല്ലോ നമുക്ക്. അതായിരുന്നല്ലോ പരാക്രമം. ആ പ്രകടനം നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെ ആകുമ്പോൾ കണ്ടെത്തുകയും കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യും. 2 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ സമരം പരിഹരിക്കുന്ന ഒരു സായന്നമാണല്ലോ ഇത്. ഇപ്പം നമുക്ക് ശാന്തമായി ആലോചിക്കാം, കോൺഗ്രസിന്റെ പങ്ക് എന്തായിരുന്നു? കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പങ്ക്, വിദ്യാർത്ഥി സംഘടനയുടെ പങ്കല്ല. കാര്യം വിദ്യാർത്ഥി സംഘടന അല്ല ഇത് തീരുമാനിക്കേണ്ടത്, രാഷ്ട്രീയ പാർട്ടിയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയാണ് തീരുമാനിച്ചത്. അല്ലെങ്കിൽ BJPയുടെ പങ്ക് എന്തായിരുന്നു? ബഹളം വെച്ച് നടക്കുകയായിരുന്നു. ഒന്നും ചെയ്യാൻ അവർക്ക് ഉത്തരവാദിത്വമില്ല. ആ നിർവഹണവും ഉണ്ടായില്ല. ഇനി രണ്ടാമതൊരു കാര്യം ചോദിക്കാം. ഇവർ ഭരിച്ചിരുന്ന സമയത്ത് കൃഷ്ണകുമാറിനെ പോലെയുള്ള ആൾക്കാരെ ഇങ്ങനെ വളർത്തിവിട്ട വിഷവിത്തുകളായി വളർത്തിവിട്ടതിന് കാരണം ഈ ശരിക്കും ഗവൺമെന്റ് കൈക്കൊള്ളേണ്ട നടപടി, ശരിക്കും പിണറായി പഠിക്കണത് നടപടി കൃത്യമായി ചെയ്തില്ല. ഒരു ഘട്ടത്തിൽ അദ്ദേഹം കോടതിയിൽ നിന്ന് പോലും വഴുതിപ്പോയല്ലോ. വഴുതിപ്പോയ ഒരാളെ, വരാലിന്റെ വൈഭവത്തോടെ വഴുതിപ്പോയ ആളെ തിരിച്ചു പിടിച്ചുകൊണ്ട് 3 ദിവസമെങ്കിൽ 3 ദിവസം പഴകുളം മധു സുഹൃത്തെ 3 ദിവസമെങ്കിൽ 3 ദിവസം ജയിലിലിട്ട്, ഇതാണ് പോലീസിനെ വിമർശിക്കുന്ന സമയത്ത് ജയിലിലിട്ട്, ഇതാണ് ജയിൽ കേട്ടോ, പാവങ്ങൾ കിടക്കേണ്ട ഇടിമുറി ഉണ്ടാക്കിയ മനുഷ്യരല്ലേ, ഇതിങ്ങനെ സർക്കാരിൻ്റെ ഇടിമുറിയുണ്ട്, ഇതും കൂടി താങ്കളൊന്ന് കാണൂ, അനുഭവിക്കൂ എന്ന് പഠിപ്പിക്കാൻ എല്ലുറപ്പുള്ളൊരു നേതാവായിരുന്നു അദ്ദേഹം. ആ നിലയ്ക്ക് ആന്റണിയുടെ 2ാം ഘട്ടം നെയ്യാനുള്ള 2ാം ഘട്ടം ആന്റണിയുടെ പരിദേവനങ്ങൾ, നിങ്ങളുടെ നേതാവിൻ്റെ പരിദേവനങ്ങൾ പരിഹരിക്കാൻ വന്ന ആളാണ് പിണറായി വിജയൻ തെളിയിക്കുമ്പോൾ താങ്കൾ അതിനെ അഭിനന്ദിക്കണം. അല്ലാതെ ഈ ചരിത്ര നിരാസം പാടില്ല. ചരിത്രത്തിന് പുറംതിരിഞ്ഞ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഭാവി ഉണ്ടായിരുന്നില്ല. അപ്പം ഭാവി ഉണ്ടാവണം കോൺഗ്രസിന് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം കോൺഗ്രസ് ഒരു പിന്തിരിപ്പൻ പ്രസ്ഥാനമൊന്നും അല്ലല്ലോ. ആ നിലയ്ക്ക് അവർക്ക് ഭാവി ഉണ്ടാവണം. പക്ഷേ പഴകുളം അതുപോലെയുള്ള ആളുകളാണെങ്കിൽ അത് എത്ര ഉണ്ടാവുമെന്ന സംശയമേ എനിക്കുള്ളൂ. അങ്ങ് എത്ര കഷ്ടപ്പെടുന്നു ഇതിനെ തീർച്ചയായും നമ്മൾ പൊളിറ്റിക്സ് ചർച്ച ചെയ്ത ഘട്ടത്തിൽ ഈ കേസിന്റെ മറ്റ് മെറിറ്റിലേക്ക് കൂടി പോകേണ്ടത് ശ്രീ ജെയിംസ് വടക്കുംചേരി ഇരിപ്പുണ്ട്. തീർച്ചയായും അത്തരം രാഷ്ട്രീയ ചർച്ചകളിലേക്ക് എത്തുന്നതിന് മുമ്പ് സാങ്കേതികമായ ചില കാര്യങ്ങൾ, അതായത് ഈ ഘട്ടത്തിൽ പോലീസ് സിമ്മുമായി ബന്ധപ്പെട്ട് പോവുകയുണ്ടായി. ഒരു പക്ഷേ ഈ സമരം ഇന്നുകൊണ്ടാണ് ഇത് കണ്ടെത്തിയത്, ഈ സമരത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണെന്നൊക്കെ ശ്രീ പഴകുളം മധു പറയുന്നത് രാഷ്ട്രീയമായ കാര്യമായിരിക്കും. പക്ഷേ ഒരിക്കലും പോലീസിന് പോക്കറ്റിൽ നിന്നോ തൊട്ടപ്പുറത്തു നിന്നോ പിടിക്കാനാകില്ല. ഒരു ടവർ ലൊക്കേറ്റ് ചെയ്താൽ പോലും ഒരേ സ്ഥലത്ത് വിവിധ ടവറുകളുടെ ലൊക്കേഷൻ കാണിക്കും. അത്തരത്തിൽ ഒരുപാട് സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്. ഒരുപാട് മാസങ്ങൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ആദ്യം മാർച്ച് 1 ശക്തിവേലിന് വഴുതിപ്പോയി, കോയമ്പത്തൂരിൽ എത്തി, പക്ഷേ പോലീസിന് കിട്ടിയില്ല എന്ന രീതിയിലേക്ക് പോയി. അതൊക്കെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു ചോദ്യം ചെയ്തൽ. അതൊക്കെ അങ്ങനെ ഒരു ഘട്ടം, അങ്ങനെയാണ് ശക്തിവേലിനെ പിടികൂടുന്നത്. അങ്ങനെ പിടികൂടി എന്ന യാഥാർത്ഥ്യം ഇന്ന് നിൽക്കുമ്പോഴാണ് IG അതിൻ്റെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഇവിടെ അറിയേണ്ടത് ജുഡീഷ്യറി മനുഷ്യാവകാശപരമായി മുമ്പോട്ട് വെച്ചിട്ടുള്ള ഭരണഘടനയുടെ പല അംശങ്ങളുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഒരു പക്ഷേ ആ ലൂപ്പ് ഹോൾ ഒരുപാട് ക്രിമിനൽസിന് സഹായകമായിരിക്കാം. ഇവിടെ ജുഡീഷ്യറിയുടെ ഈ നിയമസൗന്ദര്യത്തിൻ്റെ പേരിൽ രക്ഷപ്പെടാനാകാത്ത വിധം ഇനിയുള്ള ഈ കേസിന്റെ മെറിറ്റിനെ സ്വാധീനിക്കുമോ ശക്തിവേലിന്റെ ഈ അറസ്റ്റ്? എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. സാങ്കേതികം, അതായത് ഈ കഴിഞ്ഞ 5 ദിവസമായിട്ട് ജിഷ്ണുവിൻ്റെ അമ്മ, ജിഷ്ണുവിൻ്റെ വീട്ടുകാർ, അവർക്ക് നീതി കൊടുക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് നമ്മുടെ ഊന്നൽ ഷിഫ്റ്റ് ചെയ്തു പോയി. അതിനു മുമ്പ് നമുക്ക് ജിഷ്ണുവിന് നീതി കൊടുക്കുക എന്നായിരുന്നു. അതായത് ജിഷ്ണു വധത്തിൻ്റെ, അത് ജിഷ്ണുവിനെ കൊന്നതിൻ്റെ ആളുകൾ ഉത്തരവാദികളാര് അവരെ ശിക്ഷിക്കുക എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ 5 ദിവസമായിട്ട് അതങ്ങോട്ട് മാറിയിട്ട് നമ്മൾ മറന്നുപോയി. പിന്നെ ആ കാര്യത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്തില്ല. ഇപ്പോൾ സമരമൊക്കെ അവസാനിച്ചു. ഇനിയിപ്പോൾ എനിക്ക് തോന്നണത്, ഇപ്പോൾ ഈ ശക്തിവേലുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ ഒരാൾ പിടിയിലാണ് എന്ന് സൂചന എന്നൊക്കെ
സൂചന എന്നൊക്കെ പറയുന്നത്. പോലീസ് വലവിരിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ പ്രതിയുടെ രക്ഷപ്പെടലിനെ സഹായിക്കും. ഇതുവരെ പ്രവീൺ എവിടെയായിരുന്നു മാത്രമേ പറഞ്ഞാൽ അതിനകത്തുള്ളത് അല്ല, അദ്ദേഹം എവിടെയാണ് വെച്ചിരുന്നത് മാത്രം പറഞ്ഞാൽ അല്ലല്ല, പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ വന്ന് പണമെടുത്തു പോയി എന്ന ഒരു ഓൺലൈൻ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. അതിന്റെ ആധികാരികതയിൽ നമുക്ക് ചർച്ച കൊണ്ടുപോകാനാകില്ല. തീർച്ചയായും നമുക്ക് ഈ ജിഷ്ണുവിന്റെ കുടുംബത്തിന് ഇപ്പൊ നീതി കൊടുക്കാനായിട്ടുള്ളതായ ഒരു ധാരണ എത്തി. അതനുസരിച്ച് അവര് ആ സമരം പിൻവലിക്കുകയൊക്കെ ചെയ്തു. അതോടുകൂടി ആ ചാപ്റ്റർ അവസാനിക്കുക. അത് പോട്ടെ സാർ, പക്ഷേ എനിക്കറിയേണ്ടത് അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്ന രീതിയിലേക്ക് ജുഡീഷ്യറിയുടെ പഴുതുപയോഗിച്ച് 2 പ്രതികളും ജാമ്യം നേടിപ്പോയി. സർക്കാരിന്റെ ശ്രമങ്ങൾ പല രീതിയിൽ പോയപ്പോൾ പോലീസിനെ പോലും കോടതി വിമർശിക്കുകയുണ്ടായി. ശക്തിവേൽ എന്ന 3-ാം പ്രതി, അതായത് പ്രവീണിനൊപ്പം ഇടിമുറിയിലിട്ട് വിദ്യാർത്ഥികളെ ഇടിക്കുന്നവന്മാർ, ജിഷ്ണുവിനെ ഇടിച്ച് ചോര താഴേക്ക് ഇട്ടവന്മാർ, ഒരുപക്ഷെ അവർ പിടികൂടുമ്പോൾ ഈ കേസിന്റെ മെറിറ്റിലേക്ക് കോടതിക്ക് അനുഗുണമായ രീതിയിൽ അല്ലെങ്കിൽ സർക്കാരിന് അനുഗുണമായ രീതിയിൽ ഈ കേസിന്റെ മെറിറ്റിലേക്ക് ആഡ് ചെയ്യാവുന്ന എന്തെങ്കിലും കാര്യം ശക്തിവേലിന്റെ അറസ്റ്റോട് കൂടി ഉണ്ടോ എന്ന സംശയമാണ് എനിക്ക്. അതായത് ഇപ്പൊ ശക്തിവേലിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിനകത്ത് നമുക്ക് ദൃക്സാക്ഷികളില്ല. അത് സത്യമാണ്, ആരും കണ്ടിട്ടില്ല. രണ്ടാമതോടെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്ന രീതിയിലുള്ള എവിഡൻസ് ഞാൻ കാണുന്നില്ല. ആകെ ഞാൻ കാണുന്നത് ഒരു ട്രേസ് എവിഡൻസ് ആണ്. അതായത് ട്രേസ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ആ ബ്ലഡിന്റെ ഒരു അംശം, അത് ജിഷ്ണുവിന്റെ ആണെന്ന് ഗ്രൂപ്പ് തിരിച്ചിട്ടുള്ളൂ. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രതികളായിട്ടുള്ള 5 പേരുടെ രക്തത്തിൽ ആരെങ്കിലും ഈ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അവിടെ പ്രശ്നം വരും. ചിലപ്പോൾ ഒരു കൊതുക് കയറി അടിച്ചിട്ട് എന്തോരം ബ്ലഡ് അവിടെ ഉണ്ടായിരുന്നു. ആ ബ്ലഡ് തുള്ളിയായിട്ടാണ് കിടന്നത്. ആ ബ്ലഡിനെ പറ്റി ഞാൻ വേണ്ടി ഒരു 100 ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് ഈ ബ്ലഡിൻ്റെ ഇത് ഏത് ആംഗിളിൽ നിന്നാണ് വീണത്, എവിടെയാണ് കണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി രക്തം, ആ രക്തത്തിൽ നിന്നും നമുക്കിപ്പോൾ ഈ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ ഈ ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തികൾ നമ്മള് ഗൗരവമായിട്ട് സംസാരിക്കുമ്പോൾ അതായത് ഇതിപ്പോ ഈ ചർച്ച തന്നെ സത്യത്തിൽ ഇദ്ദേഹം സയന്റിഫിക് ആയിട്ട് കാര്യം പറയുന്നത്. അതായത് ബ്രോഡായ ഏരിയ അത് ഇത്തരം ചെറിയ സമയത്ത് ചർച്ച ചെയ്താൽ അല്ല, ഇതിനകത്തുള്ളത് ഈ രക്തം ഇപ്പൊ കിട്ടിയ ട്രേസ് എവിഡൻസ് ആണ്. അപ്പൊ ഇതിപ്പോ ജിഷ്ണുവിന്റെ ആണ് എന്ന് പറഞ്ഞു. അതാണ് ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇടിച്ചു എന്നത് നേരിട്ട് ചെയ്ത വ്യക്തികളാണ് പ്രവീണും ശക്തിവേലും. ആ ശക്തിവേലിനെയാണ് പിടികൂടിയിരിക്കുന്നത്. അങ്ങനെ ഇടിച്ചു എന്നുണ്ട് എന്നതിന്റെ കാര്യത്തിന് കൂടുതൽ തെളിവ് കിട്ടിയാൽ ഈ കേസിന്റെ മെറിറ്റ് കൂടുതൽ ശക്തിയാവുകയല്ലേ? ഇടിച്ചാല് അതായത് ഈ ജിഷ്ണുവിനെ ഇടിച്ചാല് രക്തം വീഴും. അല്ല സാർ, തെളിയിക്കപ്പെട്ടൊരു കുറ്റം ശക്തിവേലിന്റെ മേലുണ്ട്. കാരണം ഇദ്ദേഹം വൈസ് പ്രിൻസിപ്പലാണ്. പ്രിൻസിപ്പാൾ പറയുന്നത് കോപ്പിയടി നടന്നിട്ടില്ലെന്ന്. അദ്ദേഹം കോപ്പിയടി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അയാൾ പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരു ക്രൈം ചെയ്തതായി. അപ്പം ഹീസ് ഇൻ ദി ക്രൈം ലിസ്റ്റ്. ഇതിനകത്തുള്ളത് ഈ ട്രേസ് എവിഡൻസ് ഇപ്പോ ഈ ജിഷ്ണുവിന്റെ ഈ കുറ്റരംഗത്ത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് അതിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഈ ശവശരീരം കണ്ടു എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ ഈ മൃതദേഹം, ആ മൃതദേഹം കണ്ട സ്ഥലത്ത് ഈ 5 പേരുടെ എന്തെങ്കിലും ട്രേസ് ഉണ്ടോ? ഒരു ബട്ടൺസ് ആയാലും മതി, നമുക്ക് എന്തെങ്കിലും ബട്ടൺസ് വിശദമായി കാര്യങ്ങൾ പുരോഗമിക്കട്ടെ. തീർച്ചയായും സമരം ചെയ്യാനുള്ളവർക്ക് താമസ സൗകര്യം ഒരുക്കിക്കൊടുത്ത് മാറ്റി നിർത്തിയവരെ പൊക്കിപ്പിടിച്ച് രാഷ്ട്രീയ സമരം നടത്തേണ്ടത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണോ, അതോ വിശാലമായ മനുഷ്യാവകാശപരമായ സമരത്തിന്റെ മാനങ്ങളാണോ? ഇന്ന് ശക്തിവേൽ പിടിയിലായിരിക്കുകയും ജിഷ്ണുവിന്റെ അമ്മ നിരാഹാരം അവസാനിപ്പിച്ച് സമരം ഒത്തുതീർക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ പ്രസക്തമാകുന്ന ആ ചോദ്യം കൂടി ചർച്ച ചെയ്യാതെ കേരള രാഷ്ട്രീയത്തിന് മുമ്പോട്ട് പോകാനാകില്ല. പഴകുളം മധുവിലേക്ക് എത്തുന്നതിന് മുമ്പ് ശ്രീ ഭാസുരേന്ദ്ര ബാബു, തീർച്ചയായും ഒരു ഘട്ടം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ശക്തിവേലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, പ്രവീണിനായി പോലീസ് കൃത്യമായി വലവിരിച്ചിരിക്കുന്നു, ഉദയഭാനുവിനെ സർക്കാർ വിട്ട് ഈ ചർച്ചയുടെ അവസാനത്തിൽ ഒരുപക്ഷെ അത് പൂർണ്ണമായിരിക്കുന്നു. ഒത്തുതീർപ്പിലേക്ക് ജിഷ്ണുവിൻ്റെ കുടുംബം കൺവിൻസ്ഡ് ആയിരിക്കുന്നു, അത്രയും പറഞ്ഞാൽ മതി. അവിടെ ചർച്ച ചെയ്യേണ്ട ചില മാനങ്ങളുണ്ട്. പഴകുളം മധു മുമ്പോട്ട് വെച്ചത് നേരത്തെ KM ഷാജഹാനുമായി ബന്ധപ്പെട്ടാണ്. സമരം ചെയ്യുന്ന നേതാക്കന്മാരൊക്കെ, കുട്ടികൾ പോലും സമരം ചെയ്താൽ അവർക്കെതിരെ ചുമത്തുന്ന വകുപ്പുകളൊക്കെ ഉള്ളൂ.
ഇവിടെ KM ഷാജഹാനെയും കേരളീയ ചരിത്രത്തിൽ ഒരു സമരത്തിനും നാന്ദി കുറിക്കാത്ത SUCയുടെയും ചിലർ വടകരയിൽ നിന്നോ നാദാപുരത്തു നിന്നോ എത്തുന്നവർക്ക് ഇവിടെ താമസ സൗകര്യം ഒരുക്കി കൊടുത്തു എന്നതിൻ്റെ പേരിൽ അവർ വലിയ സമരത്തിൻ്റെ പങ്കാളികളാകുന്നു. അവരെ ഉയർത്തിപ്പിടിക്കേണ്ടി വരുന്നു പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്നത് കേരള ചരിത്രത്തിൽ വിമോചന സമരം അടക്കമുള്ളത് നോക്കൂ, കേരള ചരിത്രത്തിൽ അത് രാഷ്ട്രീയ പാപ്പരത്വമല്ലേ? അല്ല, വിമോചന സമരത്തെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം അജീഷ, ഇത് സത്യത്തിൽ അതിനുശേഷം വിമോചന സമരം തന്നെ സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് വേണ്ടി നടത്തിയ സമരമാണ്. കാശ് കൊടുത്ത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഞങ്ങൾ നിയമിക്കും എന്ന ജന്മസിദ്ധ ദൈവസിദ്ധ അവകാശം സ്ഥാപിക്കുന്നതിന് നടത്തിയ ഏറ്റവും പിന്തിരിപ്പൻ സമരമായിട്ട് വിമോചന സമരം കോൺഗ്രസ്സുകാരെ പോലും സമ്മതിക്കുന്നതാണ്. അതുമാതിരിയാണ് ഇപ്പം സ്വാശ്രയ മാനേജ്മെന്റിന്റെ ശക്തി, അധികാരം. 500 കോടി രൂപയുള്ള ഒരുത്തൻ 22 സ്ഥാപനം ഇവിടെ, 100 കണക്കിന് സ്ഥാപനം ഇന്ത്യയിൽ, 500 കോടി രൂപയുടെ ആസ്തി. എന്ത് എളുപ്പമാണ് ആദ്യഘട്ടത്തിൽ പോലീസ് എല്ലാം തേച്ചു മാച്ചു കളഞ്ഞത്. അത് പൊക്കിക്കൊണ്ട് വരിക എന്നത് ഒരു മുഖ്യമന്ത്രിയുടെ നട്ടല് തന്നെയാണ്. അതിന് ഞാൻ പറയുന്നത്, ഇവർക്ക് ഈ സമരം ഏറ്റെടുക്കാമായിരുന്നു, കോൺഗ്രസ്സുകാർക്ക് കഴിയുമായിരുന്നു, അല്ലെങ്കിൽ BJPക്കാർക്ക് കഴിയുമായിരുന്നു. ലോ കോളേജിൽ ഒരു സമരം നടത്തിയില്ലേ? അപ്പോൾ ആ നിലയ്ക്കൊന്നും കഴിയാത്ത അവസ്ഥയിൽ പന്തിക്ക് പുറത്ത് തന്നെയാണ് പഴകുളം മധു അങ്ങയുടെ കോൺഗ്രസ്. പന്തിക്ക് പുറത്തായി പോയിരിക്കുന്നു. അത് മാറ്റിയെടുക്കണം. ശരിക്കും അവർക്ക് വരാം. അവരൊക്കെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട പാർട്ടിയാണ്. ഷാജിർ ഖാൻ്റെ പാർട്ടി SUCI ഒരു 50 വർഷം കൊണ്ട് ഇനി കേരളത്തിൽ അവരുടെ പ്രവർത്തന ശൈലി അറിയാം. 50 വർഷം കൊണ്ട് അവരെവിടെയാണോ അവിടെ തന്നെ നിൽക്കുന്നു എന്ന അരനൂറ്റാണ്ടിൻ്റെ റെക്കോർഡുള്ള പാർട്ടിയാണ്. ചെറിയ റെക്കോർഡൊന്നുമല്ല, ബാക്കി എല്ലാ പ്രസ്ഥാനങ്ങളും കുറച്ചൊക്കെ വളർന്നു. ഇത് തീരെ വളർന്നില്ല എന്നുള്ള ആശ്വാസകരമായ റെക്കോർഡ് അവർക്ക് ഉറപ്പിച്ച് പറയാം. ഞങ്ങൾക്കൊരു റെക്കോർഡുണ്ട്, തീരെ വളർന്നില്ലായിരുന്നു അരനൂറ്റാണ്ട് കൊണ്ട്. അപ്പോൾ ഇത്തരം കൃത്രിമത്വങ്ങൾ അവർ കാണിക്കേണ്ടി വരും. ഇവിടെ പ്രശ്നം എന്താ? ആർക്കും സമരത്തെ പിന്തുണയ്ക്കാമല്ലോ അജിം ഷാ, ശരിയും തോന്നിയാൽ പിന്തുണയ്ക്കാമല്ലോ. എനിക്ക് ആ സമരത്തോട് പിന്തുണയുണ്ട്. പോലീസ് കാണിച്ചത് ശരിയല്ല എന്നുള്ള അഭിപ്രായവും എനിക്കുണ്ട്. ആ അർത്ഥത്തിൽ അടുത്ത 2-3 പോലീസുകാർ അതെ, ആദ്യത്തെ നിലയ്ക്ക് ആ നിലയ്ക്ക് ആൾക്ക് പിന്തുണയ്ക്കാം. പക്ഷെ പിന്തുണയ്ക്കുമ്പോൾ ഏത് കപ്പാസിറ്റിയിൽ നിന്ന് പിന്തുണയ്ക്കുന്നു, ഏത് മൈൻഡ് സെറ്റിൽ നിന്ന് പിന്തുണയ്ക്കുന്നു. ഇവിടെ ഇതേ സംബന്ധിച്ച് ഇനിയും തെളിയിക്കപ്പെടേണ്ട റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നോ ഒക്കെ കിട്ടാവുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇവർ ഗൂഢാലോചനാപരമായി DGPയുടെ ക്യാബിനിൽ കയറുകയും DGPയായിട്ട് സംസാരിക്കുമ്പോൾ അത് സത്യാഗ്രഹമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും എന്നായി. അങ്ങനെയൊക്കെ റിപ്പോർട്ടുണ്ട്. അങ്ങനെ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശം കാര്യമാണ് അവർ ചെയ്തത്. വല്ലവൻ്റെയും പന്തി പോയി വിളമ്പ് കാണിക്കാമെന്നൊക്കെ പറയുന്ന വളരെ ഹീനമായ ഒരു ശൈലി. ഷാജഹാനെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നത്, എനിക്ക് പരിചയമുള്ള ഷാജഹാൻ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഷാജഹാൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാവുന്ന ഭൂതകാലമില്ലേ, അത് കൃത്യമായും മെച്ചപ്പെട്ടൊരു ഭൂതകാലമല്ല എന്നവർ കരുതുന്നു. കാരണം ഒന്നിച്ചു നിന്ന സമയത്ത് ഷാജഹാൻ പ്രവർത്തിച്ച 5ാം പത്തി പ്രവർത്തനങ്ങൾ എന്ന നിലയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ ധാരാളമായി വരുന്നുണ്ട്. അജിൻ ഷാ കൂടെ കിടന്നവന് രാപ്പനെ അറിയാം എന്ന നിലയ്ക്ക് ഒരുപക്ഷെ ഷാജഹാൻ്റെ നാം അറിയാത്തൊരു മുഖം പാർട്ടിക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അതേ സംബന്ധിച്ച് ആ നിലയ്ക്കൊരു ഗൂഢാലോചനാപരമായ കാര്യം നടന്നിട്ടുണ്ട് എങ്കിൽ അന്യൻ്റെ ചിലവിൽ ആളാകാനുള്ള ശ്രമമാണ്. മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ലഭിച്ച നിവൃത്തി കൊണ്ട് ആളായി കളയാം എന്ന് ഇനിയെങ്കിലും ആരും വിചാരിക്കരുത്. ഒന്ന്, മറ്റൊരു കാര്യം, ഈ ചർച്ച ചെയ്ത് എനിക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു നല്ല അവസരമാണ് കോൺഗ്രസിനും BJPക്കും ഒക്കെ. കാരണം ഇപ്പോൾ 2 കാര്യങ്ങൾ നേടി. മഹിജയെ പിന്തുണച്ചുകൊണ്ടാണ് അവർ കിടക്കുന്നതെങ്കിൽ മഹിജ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നത് കൊണ്ട് സത്യത്തിൽ ഈ പ്രശ്നം പരിഹരിച്ച് സന്തോഷമായിട്ട് അവർക്കും ഈ നിരാകാരമൊക്കെ പിൻവലിക്കാം. കാരണം ഇനി ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സാധ്യത ഇക്കാര്യത്തിലില്ല സുഹൃത്തുക്കളെ. തീർച്ചയായും ശ്രീ പഴകുളം മധു, ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് അതുതന്നെയാണ്. അതായത് ഞാൻ ജിഷ്ണുവിന് വേണ്ടി സമരത്തിൽ, അല്ലെങ്കിൽ ഞങ്ങൾ സമരത്തിൽ കിടക്കും, നിരാഹാരം കിടക്കും എന്ന് പറഞ്ഞ ആർജവത്തോടു കൂടി എത്തിയവരല്ല. ഞങ്ങൾ ഇതുമായി വന്നിട്ടില്ല, എത്തിയിട്ടില്ല, മാധ്യമപ്രവർത്തകരുടെ ഫോൺ നമ്പറുകൾ നോക്കൂ എന്നൊക്കെ ആണയിടുന്നവരെ പൊക്കിപ്പിടിച്ച് ഒരു സമരത്തിൻ്റെ വലിയ നാന്ദിയായി മുമ്പോട്ട് വെക്കേണ്ട ഗതികേട്, ഞാൻ കോട്സിലാണ് ആ ഗതികേടെന്ന് പറയുന്നത്, പലരും ഉദ്ധരിച്ച കാര്യം, അത്തരത്തിൽ ഒരു ഗതികേടാണ് കോൺഗ്രസ് ഇന്നെത്തി നിൽക്കുന്നത് എന്നുള്ള വിമർശകർക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ പഴകുളം? എനിക്ക് വളരെ അതിശയകരമായി തോന്നുന്നൊരു കാര്യം, ഇവിടെ ഷാജഹാനെയും ഷാജിർ ഖാനെയും ഒക്കെ അപ്രസക്തമായ കഥാപാത്രങ്ങളെ ഈ സമരത്തിൽ താങ്കൾ തന്നെയാണ് അവരെ ഉയർത്തിക്കാട്ടിയത്. ഞാൻ വേറൊരു ആസ്പെക്റ്റിലേക്കാണ് പറഞ്ഞത്. അതായത് അവർ എന്തോ ഒരു ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ സാധു സ്ത്രീയെയും അവരുടെ ഭർത്താവും അവരുടെ ബന്ധുക്കളും തിരുവനന്തപുരത്ത് വന്നതെന്നും ഇതൊരു വലിയ സർക്കാരിനെ അട്ടിമറിക്കാൻ പോകുന്ന ഗൂഢാലോചന, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. സത്യത്തിൽ ആ തോക്ക് സ്വാമിയൊക്കെ DGPയുടെ നേരത്തെ ഉള്ള അനുമതി വാങ്ങി അദ്ദേഹത്തെ സംസാരിക്കാൻ പോയ തോക്ക് സ്വാമിയെയും ഷാജഹാനെയും ഷാജിർ ഖാനെയും
കിട്ടിയവരെല്ലാം കൂടെ തപ്പിപ്പിടിച്ച് കേസിൽ പ്രതിയാക്കി ഈ സാധുവായിട്ടുള്ള ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞു മരിച്ചതിന്റെ വ്യഥയുമായി കടന്നു വന്ന ഒരു സാധു സ്ത്രീയുടെ ഡയലൂട്ട് ചെയ്ത് അവരെന്തോ കലാപം ചെയ്യാൻ പോകുന്നു എന്നുള്ള ആരോപണം ഉണ്ടാക്കി ഈ പ്രശ്നത്തെ വഴിതിരിച്ചു വിടാൻ നടത്തിയ ശ്രമം സർക്കാരാണ് നേതൃത്വം കൊടുത്തത്. മനോജ് എബ്രഹാം IG നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടല്ല, രണ്ടാമത് പുറത്തു വന്നത്. മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കി രണ്ടാമത് റിപ്പോർട്ട് വന്നിരിക്കുന്നു. എല്ലാം ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് എവിടെയാണെന്ന് ചോദിച്ചു. കോൺഗ്രസ് ഈ സമരത്തിലുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് ചോദിക്കുകയാണ് കോൺഗ്രസിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു, കോൺഗ്രസിൽ എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവർ തന്നെ ചോദിക്കുകയാണ് കോൺഗ്രസ് എവിടെ ആയിരുന്നു? മഹിജയുടെ സമരത്തിന് പിന്തുണ കൊടുക്കാനാണ് നിങ്ങൾ വന്നത്, നിങ്ങൾ അതുവരെ എവിടെയായിരുന്നു? ഞങ്ങളുടെ വിദ്യാർത്ഥി സെക്രട്ടറിയായ KSU അന്ന് മുതൽ സമരത്തിലാണ്. ഒരാളും ഞങ്ങളുടെ സംഘടനയെ തള്ളിപ്പറയുന്നില്ല, ഞങ്ങൾക്കിതിൽ മോശം റോൾ ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ SFIയുടെ റോൾ അങ്ങനെയല്ല. ഞങ്ങളുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല എത്രയോ സന്ദർഭങ്ങളിലാണ് മുഖ്യമന്ത്രിയോട് ഇക്കാര്യം നേരിട്ട് ആവശ്യപ്പെട്ടത്, കത്ത് മുഖേന ആവശ്യപ്പെട്ടത്. ഓരോരോ ഘട്ടത്തിലും ഗവൺമെൻറ് സമീപനം ശരിയല്ല, മുഖ്യമന്ത്രി വ്യക്തിപരമായി ആരോപണം നേരിടുന്നു, അദ്ദേഹം നിലപാട് തിരുത്തണം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു, കോൺഗ്രസ് ആവശ്യപ്പെട്ടു, MM ഹസൻ KPC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങളിൽ, നിരവധി ഘട്ടങ്ങളിൽ, നിരവധി രീതിയിൽ ഇതുമായി പ്രതികരിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഈ പ്രശ്നത്തോട് സർക്കാർ സ്വീകരിച്ച നിലപാട് വളരെ മോശമായി പോയി. അവരുടെ തന്നെ നിലനിൽപ്പ് അപകടത്തിലാകും. വിജിൻ അവിടെയാണ്. അതായത് KSU ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് ഇന്ന തരത്തിൽ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് ശ്രീ പഴകുളം മധു മുമ്പോട്ട് വെക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പാർട്ടിക്കോ ഒരു പ്രസ്ഥാനത്തിനോ എതിരെ നിഷ്ഠൂരമായ ഗൂഢാലോചന നടത്തിയതിൻ്റെ പശ്ചാത്തലമുള്ള KM ഷാജഹാൻ, SUCI പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അവർ സമരത്തിന് വേണ്ടി ഒരു എഫർട്ടും എടുക്കാതെ, നേരത്തെ ശ്രീ ഭാസുരേന്ദ്ര ബാബു സൂചിപ്പിച്ചത് അന്യന്റെ പന്തിയിൽ പോയി ഊണ് വിളമ്പുക എന്ന പരിപാടി ചെയ്തവരെ പോലും ഉയർത്തിപ്പിടിക്കേണ്ടി വന്നത് രാഷ്ട്രീയമായ ഗതികേടാണോ? ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് അവരെന്തിന് എന്ന ചോദ്യം ഇവിടെ പ്രസക്തിയുണ്ടോ? അജിംഷ ഒറ്റ കാര്യം വിജിൻ പറഞ്ഞ ഞാൻ പറയട്ടെ, ഈ ലോകത്തെവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോളിറ്റ് ബ്യൂറോയും CPM സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് പ്രമേയം പാസ്സാക്കുകയും അതിലെല്ലാം ഇടപെട്ട് കലാപം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് KM ഷാജഹാൻ പോയാൽ എന്താ തെറ്റ്? അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകരല്ലേ? തീർച്ചയായും എന്ത് തെറ്റ്? ആ ആസ്പെക്ട് ഇവിടെ എന്ത് പ്രസക്തി? അതാണ് പ്രശ്നം. ആ അമ്മയുടെ കണ്ണീരല്ലേ, ആ കുടുംബം ഉയർത്തുന്ന പ്രശ്നങ്ങളല്ലേ? അല്ല ശ്രീ മധു, അത്തരം ആൾക്കാരെ പോലും ദുർബലരെ പോലും ഉയർത്തിപ്പിടിക്കേണ്ടി വന്ന രാഷ്ട്രീയ ഗതികേട് നിങ്ങൾക്കുണ്ടോ? കൃത്യമായ മെറിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തിനവർ? ഈ ചോദ്യമാണ് രാഷ്ട്രീയമായി വരുന്നത്. പറയൂ, എന്താണ് അതിന്റെ പ്രസക്തി? എന്താണ് ശ്രീ പഴകുളം മധു മുമ്പോട്ട് വെക്കുന്നത്? ശരിയാണ്, അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അതിൽ അഭിമാനിക്കാം. ഈ തിയറി ആര് കൊണ്ടുവന്നു? ഒരു അടിയേക്കുന്ന ആൾ, അയാൾക്ക് മാത്രമേ പ്രതികരിക്കാൻ പറ്റൂവെന്ന് ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുതിയ തിയറി എവിടുന്ന് കിട്ടി? ഈ സമരം ചെയ്തത് ഈ ഷാജഹാനോ ഷാജിർ ഖാനോ മരണം വരെ നിരാഹാരം കിടക്കും ജിഷ്ണുവിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നെങ്കിൽ താങ്കൾ പറയുന്നതിന് പ്രസക്തിയുണ്ട്. അതല്ലല്ലോ ചെയ്തത്. ഞങ്ങൾ ഈ സമരത്തിൽ കാണികളായി വന്നു എന്ന് പറയുന്നു. അവർക്ക് വേണ്ടി നിങ്ങൾ നിൽക്കേണ്ടി വന്നു. വിജിൻ, അത്തരം മാനങ്ങൾ ഉണ്ടോ? അതോ നിങ്ങളുടെ പ്രസ്ഥാനം അതാണ് വിജിൻ, നിങ്ങളുടെ പ്രസ്ഥാനം രാഷ്ട്രീയതയാണോ പ്രചരിപ്പിക്കുന്നത്? സമരത്തെ മാറി നിന്ന് ഞാൻ ചോദിക്കട്ടെ, വരുന്ന പാവങ്ങളെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് അവരെ വഷളായി കളയരുത്. നിങ്ങളോട് ഞാൻ ബഹുമാനത്തോട് എന്റെ സമയത്ത് ഞാൻ പറയട്ടെ, ഇവിടെ ഞാൻ ചോദിക്കട്ടെ, പാവങ്ങൾ, അതാണ് അവിടെയാണ്, അതൊരു കോട്ടിങ്ങിലാണ് പാവങ്ങൾ എന്ന് വെക്കേണ്ടത്. എന്ത് പാവങ്ങളാണ്? ഞാൻ ഇവിടെ സൂചിപ്പിച്ചുവല്ല, ഞാൻ മനസ്സിലാക്കിയതാണ്. ഇവിടെ സൂചിപ്പിച്ചുവല്ല ഒരു തോക്ക് സ്വാമിയെ കുറിച്ച് എന്നോട് തിരുവനന്തപുരത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ, അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകൻ സംസാരിക്കുന്ന വേളയിൽ ഈ തോക്ക് സ്വാമിയെ കണ്ടപ്പോൾ അദ്ദേഹം തോക്ക് സ്വാമി എടുത്തു, സ്വാമി എന്തിനാണ് ഇവിടെ വന്നത്? അപ്പോൾ തോക്ക് സ്വാമിയുടെ മറുപടി എന്താ അറിയോ? ഈ കുടുംബത്തിന് അനുഗ്രഹം കൊടുക്കാൻ വന്നതാണ് എന്നാണ് തോക്ക് സ്വാമി പറഞ്ഞത്. അതിന്റെ ലക്ഷ്യം എന്താ? അയാൾ നുഴഞ്ഞു കയറാൻ വന്നതാണ്. മറ്റൊന്ന്, KM ഷാജഹാൻ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാം. പല വിഷയങ്ങളിലും SFIക്കെതിരെ നല്ല ഇടപെടൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് നമുക്കറിയാം. സദാചാര വിഷയത്തിലൊക്കെ ചില കാര്യങ്ങൾ കുത്തിപ്പോക്കി SFIയെ തകർക്കാൻ നോക്കി, അതിലൊക്കെ അദ്ദേഹം പൊളിഞ്ഞ് നിലപരിച്ചായി വീണു. ഇവിടെയും നുഴഞ്ഞു കയറാൻ വന്നു. അദ്ദേഹം പോലീസിനോട് തട്ടിക്കയറിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? തട്ടിക്കയറിയിട്ടുണ്ട്, നുഴഞ്ഞു കയറാൻ വന്നു. ഇവിടെ സൂചിപ്പിക്കണ്ടായല്ലോ,
ഞാൻ സംസാരിക്കട്ടെ. അല്ല, അദ്ദേഹം ഒന്ന് ഒഴിഞ്ഞു കയറിയോ? ഞാൻ നിങ്ങൾ എന്താ അസഹിഷ്ണുത കാണിക്കുന്നത്? എനിക്കൊരു അസഹിഷ്ണുത. ഞാൻ നിങ്ങളുടെ സമയത്ത് കയറി പറയും. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. താങ്കൾക്ക് സംസാരിക്കാനുള്ള ഞാൻ പറയട്ടെ. താങ്കൾക്ക് വിശദമായി താങ്കൾ പറഞ്ഞ റൈഡറായിട്ട് ഞാൻ വിഷയം തരികയാണ്. സംസാരിക്കൂ. പറയൂ വിജയൻ. നിങ്ങൾ സംസാരിക്കൂ. ഞാൻ സംസാരിക്കുന്നില്ല, നിങ്ങൾ സംസാരിക്കൂ. ഞാൻ ഈ ചർച്ചയിൽ മാന്യമായി ഇടപെടണം. നിങ്ങളുടെ പ്രായത്തെയും എല്ലാം ബഹുമാനിച്ചുകൊണ്ട് ഇടപെടണം എന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കും. ഞാൻ റൈഡറായി ഞാൻ പറയുകയാണ്. താങ്കൾക്ക് പറയാനുള്ള വിഷയം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഇന്നത്തെ ഭരണപരിഷ്കാര കമ്മിറ്റി ചെയർമാൻ അച്യുതാനന്ദൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടു. അവരുടെ വീട്ടിൽ പോയിരുന്നു, അവരെ കണ്ടു. അവരാണ് ശരി, പോലീസ് തെറ്റാണ്, സർക്കാർ തെറ്റാണെന്ന് പറഞ്ഞു. അദ്ദേഹവും ഒരു ഇൻട്രൂഡറാണോ, ഒരു നുഴഞ്ഞു കയറ്റക്കാരനാണോ? പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. പറയൂ. സത്യസന്ധമായി ഞാൻ നിങ്ങളുടെ ബഹുമാനത്തോടു കൂടി പറയാം. ശ്രീ പഴകുളം മധു, ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നിങ്ങളോട് ഞാൻ ബഹുമാനത്തോടു കൂടി പറയാം. അതുകൊണ്ടാണ് ജിഷ്ണു സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ജിഷ്ണുവിന്റെ കുടുംബത്തിൽ പോയവർ ആരൊക്കെയാണ് ഒന്ന് നിങ്ങൾ പരിശോധിക്ക്. ജിഷ്ണുവിന്റെ കുടുംബത്തിൽ പോയവർ 3 മന്ത്രിമാർ, കേരളം ഭരിക്കുന്ന 3 മന്ത്രിമാർ ജിഷ്ണുവിന്റെ മരണത്തിന് ശേഷം ആ വീട്ടിൽ പോയിട്ടുണ്ട്. അറിയുമോ നിങ്ങൾക്ക്? ഒന്ന് പരിശോധിക്കണം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അവിടെ പോയിട്ടുണ്ട്. നിങ്ങളത് പരിശോധിക്കണം. അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ, CPM നേതാക്കന്മാർ, ഞാൻ പോയിട്ടുണ്ട് 4 തവണ ആ വീട്ടിൽ. ജിഷ്ണുവിന്റെ മരണത്തെ തുടർന്ന് ആ വീട്ടിൽ 4 തവണ പോയിട്ടുണ്ട്. ആദ്യം ഞാൻ ഇവിടെ പറഞ്ഞല്ലോ കണ്ണുനീർ, അവിടെയാണ് എനിക്ക് വലിയ പ്രയാസം തോന്നുന്നത്. എപ്പോഴാണ് ഈ അമ്മയ്ക്ക് കണ്ണുനീർ വന്നത്? 90-ാം ദിവസമാണോ? ശ്രീ പഴകുളം മധു ഉൾപ്പെടെ ഇവിടെ വന്ന് കണ്ണുനീർ എന്ന് പറയുന്നു. 90-ാം ദിവസമാണോ ഈ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നത്? ജിഷ്ണു പ്രണോയ് മരിച്ച നിമിഷം മുതൽ ആ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നില്ലേ? 7-ാം തീയതി ആ അമ്മയെ ഞാൻ പോയി കണ്ടതാ. ആ അമ്മ പൊട്ടിക്കരഞ്ഞു, മകന്റെ ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവിടെയും ഉണ്ടായിരുന്നു കണ്ണുനീർ. ഒരു മാധ്യമങ്ങളും കണ്ടില്ലല്ലോ, ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. എന്റെ കയ്യിൽ പിടിച്ചെന്ന് പറഞ്ഞതാണ്. നിങ്ങൾ പറയരുത്, ഞാൻ പറയട്ടെ. എന്റെ സമയമല്ലേ, നിങ്ങൾ എന്തിനാ അസഹിഷ്ണുത കാണിക്കുന്നത്? ഞാൻ പറയട്ടെ, എന്നിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞോ. എന്നിട്ട് നിങ്ങൾ കണ്ണുനീരിനെ കുറിച്ച് പറയുന്നു. ആരാ കണ്ണുനീർ കണ്ടവർ? കണ്ണുനീർ കണ്ടവർ ഈ കേരളത്തിന്റെ ഗവൺമെന്റ് തന്നെയാണ്. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഈ ഗവൺമെന്റ് തന്നെയാണ് ജിഷ്ണു പ്രണോയുടെ കുടുംബത്തിന്റെ കണ്ണുനീർ കണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആത്മഹത്യയിൽ നിന്ന് എന്നെ പറയാൻ അനുവദിക്കൂ. നിങ്ങൾ എന്തിനാ അസഹിഷ്ണുത കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഞാൻ പറയട്ടെ, പിണറായി വിജയന്റെ ഈ ഗവൺമെന്റ്, ഞാൻ പറയട്ടെ, ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ആത്മഹത്യയായിരുന്ന ജിഷ്ണുവിന്റെ മരണത്തെ കൊലപാതക ശ്രമം വരെ എത്തിച്ചത് ആരാണ്? കോൺഗ്രസ് ആണോ? നിങ്ങൾ നേരത്തെ പറഞ്ഞ നുഴഞ്ഞു കയറിയ ഷാദർഖാനാണോ? നേരത്തെ പറഞ്ഞ നുഴഞ്ഞു കയറിയ ഷാജഹാനാണോ? തോക്കുസ്വാമിയാണോ? ആരാ ഈ നിലയിലേക്ക് എത്തിച്ചത്? ഇന്ന് ശക്തിവേലിന്റെ അറസ്റ്റ് ഉൾപ്പെടെ എത്തിച്ചത് ഈ കേരളത്തിൽ ആർജവമുള്ള ഒരു ഗവൺമെന്റ് അല്ലേ? നിങ്ങൾ എന്തിനാ അതിനെ കണ്ടില്ലെന്ന് അടിക്കുന്നു? ഈ അമ്മയുടെ സമരത്തെ ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞു ഞങ്ങൾ ആ അമ്മക്കൊപ്പമാണ്. ആ അമ്മക്കൊപ്പം കൃത്യമായി ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ, രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ആരിടപെട്ടു? പറയൂ ശ്രീ പഴകുളം മധു, നിങ്ങൾ അതിന് മറുപടി പറയൂ. നിങ്ങൾ അല്ലാതെ എന്റെ സമയത്ത് കയറി അനാവശ്യമായി സംസാരിച്ചത് കൊണ്ട് എന്താ കാര്യം? തീർച്ചയായും ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം